ഖുർആനിലോ ഹദീസിലോ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിക്ക് വിരുദ്ധമായ കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ അറിവിന് പരിമിതിയില്ലാത്ത അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിന്റെ വചനങ്ങൾ ഞാൻ എന്റെ പരിമിതമായ യുക്തി വെച്ച് പരിശോധിച്ച ശേഷം മാത്രമേ സ്വീകരിക്കൂ എന്നാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. അഥവാ അവൻ പറയുന്നത് ദൈവിക വചനങ്ങളെക്കാൾ വഹീനേക്കാൾ എന്റെ ബുദ്ധിയും യുക്തിയുമാണ് പ്രധാനം എന്നാണ് അതിലൂടെ പറയുന്നത്. അഥവാ വഹീനേക്കാൾ എന്റെ യുക്തിക്കും എന്റെ ബുദ്ധിക്കും പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എന്റെ ബുദ്ധിക്കും യുക്തിക്കും യോജിച്ചതിന് ശേഷം മാത്രമേ ഞാൻ എന്തും സ്വീകരിക്കുകയുള്ളൂ എന്ന് നമ്മൾ പൊതുവെ പറയുന്ന യുക്തിവാദം എന്നും പറയുന്ന യുക്തിരഹിത വാദങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് നമുക്ക് വളരെ കൃത്യമായി കൊണ്ട് കാണാൻ സാധിക്കും. കുറെ കാലമായിട്ട് നിങ്ങളിൽ പലരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളെ അൺമാസ്കിംഗ് എത്തീസം ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട ആളുകൾ പലതരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അവർ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിട്ടുള്ളത് യൂട്യൂബിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലൊക്കെയാണ്. ഏകദേശം സമാനമായിട്ടുള്ള ഒരു വിഷയം അബ്ദുള്ള ബാസിൽ കൈകാര്യം ചെയ്തത് നമ്മൾ ഇതിനു മുൻപ് ഒരു തവണ സംസാരിച്ചിട്ടുണ്ട്, പരിശോധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പലർക്ക് ഈ കമന്റ് ബോക്സിൽ ഇപ്പം തന്നെ ഇതിനു മുമ്പ് ചെയ്തതല്ലേ എന്ന് ഒരു ചിന്ത വരുന്നത്. ഇതൊക്കെ ചിന്തിക്കുന്നതിൻ്റെ കുഴപ്പമാണെന്നാണ് ആമുഖമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ചിന്തിക്കാൻ ഉള്ള കഴിവുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്തും ചിന്തിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പം എന്തായാലും നമ്മൾ ഇന്ന് ഈ വിഷയം സംസാരിക്കുന്നത് വേറെ ഒരു ആംഗിളിലാണ്. അതായത് ഈ വിഷയത്തിൽ അബ്ദുള്ള ബാസിൽ മതം ഉപേക്ഷിച്ചു പോയവരെ കുറിച്ചോ മതത്തിന് പുറത്തു നിന്നുകൊണ്ട് മതത്തിനെ വിമർശിക്കുന്നവരെ കുറിച്ചോ അല്ല സംസാരിക്കുന്നത്. ഇദ്ദേഹത്തിൽ ഈ വീഡിയോയിൽ ഉടനീളം അദ്ദേഹം ഊന്നുന്നത് മതത്തിനകത്ത് തന്നെ നിൽക്കുന്ന ആളുകളിലുള്ള ചിന്താപരമായി അവരിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും അവർ ചിന്തിക്കുന്നതിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും ചിന്തിച്ചാൽ ഉണ്ടാകാവുന്ന അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചും നിലവിൽ വിശ്വാസത്തിലിരിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് ഇവർ പറയുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് ഇവർ പറയുന്ന അല്ലെങ്കിൽ സലഫി വഹാബി തൗഹീദ് എന്നൊക്കെ ഇവർ പറയുന്ന ആ ഒരു ആശയത്തിൽ നിന്ന് പതിയെ വ്യതിചലിച്ച് തുടങ്ങിയിട്ടുള്ള ആളുകളെ ഉന്നം വെച്ചുകൊണ്ടും അത്തരം അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ കാലികമായിട്ട് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന മാനവികവാദികളായിട്ടുള്ള ജനാധിപത്യവാദികളായിട്ടുള്ള ഇസ്ലാമിക സമൂഹത്തിനകത്ത് തന്നെ ഉണ്ടായി വരുന്ന പുതിയ ആശയധാരയെക്കുറിച്ചൊക്കെയാണ് ഇതിൽ ഇദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിലെ വിഷയം മതം വിട്ട് ഇതിനോടകം പുറത്തു പോയവരോ ഇതിനോടകം മതവിമർശകരായി മാറിയവരോ ആയിട്ടുള്ള ആളുകളെക്കുറിച്ചോ ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് പൊതുവിൽ വിശ്വാസികൾ വിശ്വസിക്കുന്ന ആളുകളെക്കുറിച്ചോ അല്ല ഇന്ന് അബ്ദുള്ള ബാസിൽ അവരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ അല്ല എന്നുള്ളതാണ് ആദ്യമേ തന്നെ പറയാനുള്ളത്. നമുക്കറിയാം ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് ഇവർ പറയാറുള്ളത് അത് സാർവകാലികവും സാർവകാലികവുമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനകത്തുള്ളതെല്ലാം സകല കാലത്തുമുള്ള മനുഷ്യർക്ക് ഏറ്റവും ഉചിതമായതും ഏറ്റവും ഉത്തമമായതുമായിട്ടുള്ള ജീവിത പദ്ധതികളും നിയമങ്ങളും ആണ് എന്നാണ്. അതിനകത്ത് മനുഷ്യന്റെ ബുദ്ധിക്ക് നിരക്കാത്തതൊന്നുമില്ല എന്നവർ പറയും. മനുഷ്യന്റെ ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഖുർആനിലുള്ളത് എന്നവർ പറയും. അതുപോലെ തന്നെ ഖുർആൻ ശാസ്ത്രവിരുദ്ധമായതൊന്നുമില്ല എന്ന് പറയും. ഖുർആനിൽ ഉള്ളതെല്ലാം ശാസ്ത്രീയമായോ ബുദ്ധിപരമായോ മനുഷ്യന് ആലോചിച്ച് അന്വേഷിച്ച് സത്യം കണ്ടെത്താൻ ഉതകുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഖുർആനിലെ വചനങ്ങൾ എടുത്തുകൊണ്ട് ശാസ്ത്രത്തിനൊപ്പിച്ച് തരാതരം വ്യാഖ്യാനിച്ച് ഗ്രന്ഥങ്ങൾ എഴുതുകയും വ്യാഖ്യാനങ്ങൾ എഴുതുകയും ശാസ്ത്രത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങളിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു വസ്തുതയിൽ ഒരു വ്യത്യാസം വരുമ്പോൾ അതിനനുസരിച്ച് വിൽപ്പനയിലിരിക്കുന്ന ഖുർആൻ വ്യാഖ്യാനങ്ങൾ മാർക്കറ്റിൽ നിന്ന് പിൻവലിച്ച് ആ വോളിയങ്ങൾ എഡിറ്റ് ചെയ്തുകൊണ്ട് പിന്നീട് പുനഃപ്രസിദ്ധീകരിക്കുകയും ചെയ്തുകൊണ്ട് ഈ തരം ഖുർആൻ വ്യാഖ്യാനവും ദുർവ്യാഖ്യാനവും എങ്ങനെയെങ്കിലും വ്യാഖ്യാനിച്ചൊപ്പിച്ച് ഖുർആനിനെ കാലികമാണ്, അത് എല്ലാ കാലത്തേക്കും ഉള്ളതാണ്, അതിലൊരു അബദ്ധവും ഇല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അതൊന്നും വിലപ്പോകാത്ത ഒരവസ്ഥ. 18 അടവും പയറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ അടവേ ഉള്ളൂ. അതെന്താണെന്നറിയോ? മണ്ടിക്കോ എന്ന്, തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ എന്ന്. അതായത് ഇത്ര കാലം നിങ്ങൾ ചിന്തിക്കൂ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? ചിന്തിച്ചാൽ നിങ്ങൾ ഇതിലെത്തും, ചിന്തിക്കാത്തതാണ് നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പൊ പറയാണ് നിങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. ചിന്തിച്ചാൽ അതാണ് ഏറ്റവും വലിയതെന്നും ചിന്തയും ബുദ്ധിയും യുക്തിയും പ്രയോഗിച്ച് കാര്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് അത് ഖുർആനിലും ഹദീസിലും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കരുത്. അതിന്റെ അപകടം ഭവിഷ്യത്ത് എന്താണ് എന്നാണ് ഇന്ന് നമ്മളോടല്ല വിശ്വാസത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന ആളുകളോട് ഖുർആനിന്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ, പെശകുകളെ, ഹദീസിലുള്ള തിന്മകളെ, മനുഷ്യനോട് പറയാൻ പറ്റാത്ത വൃത്തികേടുകളൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടി അതിനെയൊക്കെ തള്ളുകയും അബ്ദുള്ള അബ്ബാസിന് പറയാനുള്ളത് എന്താണ് എന്ന് നമുക്കൊന്ന് കേൾക്കാം. ഹദീസുകൾ സ്വീകരിക്കാൻ സാധിക്കില്ലെങ്കിൽ മറ്റൊരു വിജ്ഞാന ശാഖയെയും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഈ അഭിമാനബോധം ഉണ്ടാകേണ്ടുന്ന മുസ്ലിങ്ങളിൽ ചിലർക്കെങ്കിലും ഹദീസുകളോട് അവമതിപ്പുണ്ടാകാൻ കാരണം അത് ഇസ്ലാമിന്റെ ശത്രുക്കളാണ് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ കാരണം എന്താ? ഇസ്ലാം മത വിശ്വാസികൾക്ക് ഹദീസിലുള്ള ചില കാര്യങ്ങളോടെങ്കിലും അവമതിപ്പുണ്ടാവാനുള്ള കാരണം അത് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉണ്ടാക്കിയതാണ്.
ഇദ്ദേഹം ഈ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗത്തിൽ ഇത്ര നേരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഹദീസിന്റെ സ്വീകാര്യതയും അതിന്റെ പ്രാമാണികതയും അതിന്റെ തെളിവും വെളിവും ഒക്കെയാണ്. എന്ന് പറഞ്ഞാൽ ഹദീസ് ക്രോഡീകരിച്ചതുപോലെ ഒരു ക്രോഡീകരണം ലോകത്ത് സംഭവിച്ചിട്ടില്ല. ഹദീസിൽ യാതൊരു തരത്തിലുള്ള പെശകുകളും സംഭവിച്ചിട്ടില്ല. ഹദീസ് അത്രമേൽ കുറ്റമറ്റ തരത്തിൽ ക്രോഡീകരിക്കപ്പെട്ടതാണ്, രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഹദീസ് സ്വീകരിക്കാൻ കഴിയാത്ത ആളുകളെ സംബന്ധിച്ച് ലോകത്ത് മറ്റൊരു തരത്തിലുള്ള ഗ്രന്ഥങ്ങളും വൈജ്ഞാനിക ശാഖകളും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അത്രമേൽ കുറ്റമറ്റതാണ് ഹദീസുകൾ എന്ന്. ഇതെന്തിനാ പറഞ്ഞു വെക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പൊ തുടങ്ങിയിട്ടുള്ള ഒരു ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചാൽ, ഹദീസിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കാണുമ്പോൾ അത് ഹദീസല്ലേ എന്നൊരു ഒരു ചെറിയ ഒരു ആശ്വാസത്തിൽ വിശ്വാസികൾ അതിനെ തൽക്കാലം മാറ്റിവെക്കുന്നതോ അതിനെ തള്ളുന്നതോ ഹദീസിന്റെ സനത് പരിശോധിക്കണം എന്ന് പറഞ്ഞ് മുങ്ങുന്നതോ ഹദീസിന്റെ ആദ്യ പകുതി മാത്രമേ സനതുള്ളൂ ബാക്കി പകുതി സഹീഹാണെന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്നതോ ആയിട്ടുള്ള ഒരു പ്രതിഭാസം കേരളത്തിലുണ്ട്. കേരളത്തിലല്ല, ലോകത്തെമ്പാടുണ്ട്. എന്ന് മാത്രമല്ല, സൗദി അറേബ്യ പോലെയുള്ള രാഷ്ട്രങ്ങളിലെ നേതൃത്വം, മത നേതൃത്വം, രാഷ്ട്ര നേതൃത്വം ഈ ഇസ്ലാമിനെ കുറിച്ച് എഴുതി വെക്കപ്പെട്ടിട്ടുള്ള പ്രമാണങ്ങളിൽ നിന്ന് അതിന് മാനവിക വിരുദ്ധമായതും മനുഷ്യരുടെ മുന്നോട്ട് പോക്കിന് ഉചിതമല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിൽ ഖുർആന് തന്നെ വിരുദ്ധമായ കുറെ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് പുനഃപരിശോധിക്കാൻ പ്രത്യേക സമിതിയെയും പണ്ഡിത സഭയൊക്കെ നിശ്ചയിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഇത് സംസാരിക്കുന്നത് എന്നൊക്കെ ആലോചിക്കണം. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗതികേടിലേക്ക് മുസ്ലിം സമൂഹം എത്തുന്നത് എന്ന് ചോദിച്ചാൽ, ഇതിലുള്ള പല കാര്യങ്ങളും ഇന്ന് നാട്ടുകാരോട് പറയാൻ പാടില്ലാത്തതാണ് എന്ന ഒരു അപകർഷതാബോധം വിശ്വാസികളിൽ ഉണ്ടായി വന്നിരിക്കുന്നു. ഇസ്ലാമിലെ പല നിയമങ്ങളും കാലികമല്ല എന്നും അത് കാലഹരണപ്പെട്ടതാണെന്നും അതൊന്നും മനുഷ്യനോട് പറയാൻ പറ്റില്ലാത്തതാണെന്നും ഇതൊന്നും ദൈവികമാണ് എന്ന് വിശ്വസിക്കാൻ തരമില്ല എന്നും ചിന്തിക്കുന്ന അളവിലേക്ക് ആളുകളുടെ ചിന്ത വർദ്ധിച്ചിരിക്കുന്നു, അറിവ് വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതിനെ രക്ഷപ്പെടാൻ ഖുർആനിനെയും മുഹമ്മദിനെയും ഇസ്ലാമിനെയും സംരക്ഷിക്കാൻ പലപ്പോഴും ഹദീസ് തള്ളുണ്ടെന്ന സാഹചര്യത്തിലേക്ക് എത്താറുണ്ട്. ഇപ്പൊ ഇവിടെ ഇദ്ദേഹം ഹദീസ് തള്ളുന്നവരെ കുറിച്ച് വളരെ വികാരഭരിതനായിട്ട് സംസാരിക്കുമ്പോൾ അക്ബർ സാഹിബ് ഹദീസ് തള്ളിയിട്ടുണ്ട്, റഫീഖ് സലഫി ഹദീസ് തള്ളിയിട്ടുണ്ട്, സാക്ഷാൽ അബ്ദുൽ അബ്ബാസിൽ തന്നെയും ഹദീസ് തള്ളും. ഹദീസ് സ്വീകാര്യയോഗ്യമല്ല എന്ന് പറയും, ഹദീസ് പരിശോധിക്കണം എന്ന് പറയും. അങ്ങനത്തെ പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റിവെക്കാം. അപ്പൊ ആ കാലമൊക്കെ കഴിഞ്ഞു, അതുകൊണ്ടും രക്ഷയില്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ പിന്നെ എന്താണ് മാർഗം? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അപ്പം ഹദീസ് തള്ളാനുള്ള ടെൻഡൻസിയെ തടയാൻ വേണ്ടി ഹദീസിന്റെ പ്രാമാണികത ആദ്യമേ ഊട്ടിയുറപ്പിച്ചതിന് ശേഷം ഇനി അങ്ങോട്ട് അബ്ദുൽ അബ്ബാസിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. ഹദീസുകളിൽ അല്ലെങ്കിൽ ഖുർആനിൽ, സ്വഹീഹായ ഹദീസിലോ ഖുർആനിലോ എന്തെങ്കിലും തരത്തിലുള്ള അസ്വീകാര്യമായ കാര്യങ്ങളുണ്ട് എന്ന് മുസ്ലിമീങ്ങളെ കൊണ്ട് ചിന്തിപ്പിച്ചാൽ, മുസ്ലിമീങ്ങളെ കൊണ്ട് പറയിപ്പിച്ചാൽ, അതുകൊണ്ട് അവർ പറയിപ്പിക്കുന്നത് ദിവ്യവചനങ്ങളിൽ അസ്വീകാര്യമായവയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞാൽ പ്രമാണങ്ങളുടെ ആധികാരികതയിലാണ് ആ സംശയം ചെന്നെത്തുന്നത്. അവസാനം ആ ആധികാരികതയിലുള്ള സംശയം ഇസ്ലാം ദൈവികമാണോ സർവകാലികമാണോ എന്ന സംശയത്തിലേക്കാണ് കൊണ്ടുചെന്നെത്തിക്കുക എന്ന് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് നിങ്ങൾ അറിഞ്ഞതും പഠിച്ചതുമായിട്ടുള്ള കാര്യങ്ങളെ വെച്ചുകൊണ്ട്, നിങ്ങളുടെ സാമാന്യ ബുദ്ധിയും യുക്തിയും മാനവിക ബോധവും വെച്ചുകൊണ്ട്, നിങ്ങൾ ആർജിച്ചിട്ടുള്ള സാമൂഹ്യ ധാർമ്മികതയും നിങ്ങൾ ആർജിച്ചിട്ടുള്ള ജനാധിപത്യ ബോധവും മാനവികതയും വെച്ചുകൊണ്ട് നിങ്ങൾ ഖുർആൻ പരിശോധിക്കുമ്പോൾ, ഹദീസ് പരിശോധിക്കുമ്പോൾ അതിൽ മാനവിക വിരുദ്ധമാണ് എന്ന് തോന്നുന്ന പലതും കാണും, സ്ത്രീ വിരുദ്ധമാണ് എന്ന് തോന്നുന്ന പലതും കാണും. അപ്പൊ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ദൈവം പറയോ പടച്ചോൻ പറയോ എന്ന ചിന്തയിൽ നിന്ന് നിങ്ങൾ ആദ്യഘട്ടത്തിൽ ഒരു ഹദീസ് തള്ളാൻ ശ്രമിക്കും. അങ്ങനെ നിങ്ങൾ തള്ളാൻ ശ്രമിക്കുമ്പോൾ ഹദീസ് എന്ന് പറഞ്ഞാൽ അതും വഹീന്റെ ഭാഗമാണ് എന്ന ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ അടിത്തറ ഇളകും. ഹദീസ് തള്ളി ശീലിച്ചു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ദൈവിക പ്രമാണങ്ങൾ തള്ളാം എന്നിടത്തേക്ക് ആണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഖുർആനും തള്ളാം. അങ്ങനെ ഖുർആനിലും പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് എന്ത് ദൈവികതയാണ് ഉള്ളത് എന്ന ചിന്ത വരും. വളരെ കൃത്യമായിട്ടുള്ള വിശകലനമാണ് ഇവിടെ അബ്ദുൽ അബ്ബാസിൽ നടത്തുന്നത്. എങ്ങനെയാണ് ഒരു വ്യക്തി ഇസ്ലാം മതത്തിനകത്ത് ജനിക്കുകയും ഇസ്ലാം മതം ചെറിയ പ്രായം തൊട്ട് തലയിലേക്ക് കുത്തിനിറക്കപ്പെടുകയും മദ്രസയിലും അൽഫിത്രയിലും തുടങ്ങി കുട്ടികളുടെ ഉള്ളിലേക്ക് ഇതിനെതിരെയുള്ള സകല ചിന്തകളെയും മരവിപ്പിക്കുന്ന തരത്തിലുള്ള മതവിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാലും കുട്ടികൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ, അറിവാർജിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ചിന്ത നാമ്പെടുക്കും. അങ്ങനെ ചിന്ത നാമ്പെടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും, അതിന്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും എന്നാണ് ഇവിടെ അബ്ദുൽ അബ്ബാസിൽ പറയുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആദ്യഘട്ടത്തിൽ ഹദീസിന്റെ നിഷേധത്തിലേക്ക്, എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങളുടെ ദൈവികതയെ നിഷേധിക്കുന്നതിലേക്ക്, അങ്ങനെ പോയി ഇസ്ലാമിന്റെ ദൈവികതയെ ചോദ്യം ചെയ്യുന്നതിലേക്ക് ആ ചിന്ത വളർന്ന് പന്തലിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചിലർക്ക് തോന്നും, ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്, ചിന്തിക്കരുത് എന്നാണോ എന്ന് നിങ്ങൾക്ക് തോന്നും. എന്നാൽ അങ്ങനെയല്ല. ഖുർആനിൽ ചിന്തിക്കൂ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് പലയിടത്തും പറഞ്ഞിട്ടില്ലേ എന്ന് സംശയം പല ആളുകൾക്കും ഇപ്പോൾ തോന്നുന്നുണ്ടാവും. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? ഖുർആനിൽ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് പലപ്പോഴും ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾ അതിലേക്ക് നോക്കുന്നില്ലേ, നിങ്ങൾ ഇതിലേക്ക് നോക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് പല തരത്തിൽ മനുഷ്യന്റെ ചിന്തയെ ഉണർത്താനുള്ള ശ്രമം നടത്തുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പണ്ട് പാടി നടന്നിരുന്നവർ തന്നെ
ഇപ്പോൾ ചിന്തക്കും യുക്തിക്കും ബുദ്ധിക്കുമെതിരെ പ്രസംഗിക്കുന്നതിന്റെ യുക്തി എന്താണ് എന്ന് മനസ്സിലാകാത്തവരോട് പറയാ, ഖുർആനിൽ അങ്ങനെ ചിന്തിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് എന്ത് ചിന്തിക്കാനാണ് പറഞ്ഞത്? അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അവിടെയാണ് ദിവ്യവചനങ്ങളും അഥവാ വഹിയും നമ്മുടെ സാമാന്യ യുക്തിയും തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കേണ്ടത്. ദിവ്യവചനങ്ങൾ എന്ന് പറയുന്നത്, വഹി എന്ന് പറയുന്നത് അറിവിന് പരിമിതിയില്ലാത്ത റബ്ബിൽ നിന്നുള്ളതാണ്, പടച്ചവനിൽ നിന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ യുക്തി എന്ന് പറയുന്നത് പരിമിതമാണ്. നമ്മുടെ കാഴ്ചക്ക് പരിമിതി ഉള്ളതുപോലെ, നമ്മുടെ കേൾവിക്ക് പരിമിതി ഉള്ളതുപോലെ, നമ്മുടെ ചിന്തക്കും ആലോചനക്കും യുക്തിക്കും പരിമിതിയുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ദിവ്യവചനവും ബുദ്ധിയും യുക്തിയും തമ്മിലുള്ള വ്യത്യാസം. വഹി പടച്ചവന്റെ അടുത്തുള്ളതാണ്, ബുദ്ധിയും യുക്തിയും വളരെ വലിയ പരിമിതി ഉള്ളതാണ്. ഈ പരിമിതി ആര് കൊടുത്തതാണ്? ഈ ബുദ്ധിയും യുക്തിയും പടച്ചവൻ കൊടുത്തതാണ്. പരിമിതിയോ അതും പടച്ചവൻ വിചാരിച്ചതാണ്. അപ്പൊ മനുഷ്യന്റെ ബുദ്ധിക്കും യുക്തിക്കും അതിന്റെ പരിമിതിക്ക് അകത്ത് നിൽക്കാത്ത കാര്യങ്ങൾ പ്രമാണങ്ങളിൽ എഴുതി വെച്ച് മനുഷ്യനെ കൺഫ്യൂഷൻ ആക്കുന്നതാരാ? അതും പടച്ചവൻ. കൺഫ്യൂഷൻ ആകുന്നില്ലേ? ചിന്തിക്കുന്നതുകൊണ്ടാണ്. നിങ്ങളൊന്ന് ഒരു നിമിഷം ഒന്ന് അടങ്ങിയിരിക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ചിന്തിക്കൂ എന്ന് പറഞ്ഞതോ ബാസിലെ, അതപ്പോ നമ്മൾ എന്ത് ചെയ്യാം? ഇത് പറയുമ്പോൾ പലപ്പോഴും സംശയമുണ്ടാകാം. എന്നാൽ ഈ യുക്തിയെ കുറിച്ച് പരിമിതമാണെന്നൊക്കെ പറയുമ്പോൾ ഖുർആൻ ചിന്തിക്കാൻ പറയുന്നില്ലേ? ഖുർആൻ ആലോചിക്കാൻ പറയുന്നില്ലേ? തീർച്ചയായും ഉണ്ട്. ഖുർആൻ ആലോചിക്കാൻ പറയുന്നുണ്ട്. എന്താണ് ആലോചിക്കേണ്ടത് എന്നും പറയുന്നുണ്ട്. അതാണ് ഖുർആൻ ആലോചിക്കാൻ പറയുന്നുണ്ട് എന്ന് മാത്രമല്ല, ഖുർആൻ എന്താലോചിക്കണമെന്നും എങ്ങനെ ആലോചിക്കണമെന്നും ആലോചിച്ചൊടുക്കം നിങ്ങൾ എവിടെ എത്തണമെന്നും അവിടെ എത്തിയാൽ എന്താണെന്നും അവിടെ എത്തിയില്ലെങ്കിൽ എന്താണ് എന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ വെറുതെ ഖുർആനിൽ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തോന്നിയ പോലെ ചിന്തിക്കണം. നിങ്ങൾക്ക് ദൈവം തന്നു, ബുദ്ധി തന്നു, ചിന്തിക്കാനുള്ള കഴിവ് തന്നു, വിവേകം തന്നു എന്നതുകൊണ്ട് അതൊക്കെ നിങ്ങൾക്ക് തോന്നും പോലെ ഉപയോഗിക്കണോ? അല്ല. ചിന്തിക്കാൻ ബുദ്ധി തന്ന പടച്ചോൻ, ചിന്തിക്കൂ എന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ട പടച്ചോൻ എന്താണ് ചിന്തിക്കേണ്ടതെന്നും എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്നും എന്തിനു വേണ്ടിയാണ് ചിന്തിക്കേണ്ടതെന്നും ആ ചിന്തയിലൂടെ നിങ്ങൾ എവിടെയാണ് എത്തിച്ചേരേണ്ടതെന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അബ്ദുള്ള അബ്ബാസിൽ പറയുന്നത്. അപ്പൊ പടച്ചോൻ തന്ന ചിന്ത കൊണ്ട്, ആ കഴിവ് കൊണ്ട്, പടച്ചോൻ പറഞ്ഞ അതിരിൽ നിന്നുകൊണ്ടുള്ള ചിന്ത, അതിനപ്പുറത്തേക്ക് ചിന്തിച്ച് അന്തവും കുന്തവും ഇല്ലാണ്ടായി പോകരുത് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ എന്തൊക്കെ ചിന്തിക്കണം, എങ്ങനെ ചിന്തിക്കണം, എവിടെ എത്തണം, കേൾക്കാം. വളരെ കൃത്യമായി കൊണ്ട് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അഥവാ തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി വരുന്നതിലും, അഥവാ ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ പറ്റി, ആകാശത്തെ പറ്റി, ഭൂമിയെ പറ്റി നാം ചിന്തിക്കണം, ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. ചിന്തിച്ച് ആ ചിന്ത, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ചിന്ത, അഥവാ നമ്മുടെ ഇന്നത്തെ ഭാഷയിലുള്ള സയൻസ് അല്ലെങ്കിൽ സയൻസിലുള്ള പഠനം, അത് നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കണം. ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനം അത് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കണം. ചിന്തിക്കണം, ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. 4 ഭാഗം നോക്കണം. ശാസ്ത്രം പഠിക്കണം, ശാസ്ത്രത്തെക്കുറിച്ച് ചിന്തിക്കണം, ശാസ്ത്രീയമായ കണ്ടെത്തലുകളെ കുറിച്ച് ചിന്തിക്കണം. ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ചിന്തിച്ച് നമ്മൾ എവിടെ എത്തണം? അങ്ങനെ നടത്തിയാൽ ആ പഠനം, ആ ഗവേഷണം, ആ ചിന്ത അവനെ എവിടേക്കാണ് കൊണ്ട് ചെന്നെത്തിക്കുക? അവൻ അറിയാതെ പറഞ്ഞു പോകും, റബ്ബേ നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചല്ല. ആകാശത്തെക്കുറിച്ച് ചിന്തിക്കുക, ഭൂമിയെക്കുറിച്ച് ചിന്തിക്കുക, നമ്മെക്കുറിച്ച് ചിന്തിക്കുക, നമ്മുടെ ശരീരത്തിന്റെ വ്യവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക. അറിയാതെ നമ്മൾ പറഞ്ഞു പോകും, സുബ്ഹാനക്, അല്ലാഹുവേ നീ മഹാപരിശുദ്ധനാണ്, ഫഖിനാ അദാബന്നാർ, നീ ഞങ്ങളെ നരകശിക്ഷയിൽ നിന്നും രക്ഷിക്കണേ എന്ന് അറിയാതെ പറഞ്ഞു പോകുന്ന ആ തിരിച്ചറിവിലേക്കാണ് യഥാർത്ഥത്തിൽ ചിന്തയെത്തുക. അതുകൊണ്ട് ഖുർആൻ ചിന്തിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കാനാണ് പറഞ്ഞത്. അപ്പൊ ചിന്തിച്ചിട്ട് പുറത്തോട്ട് നോക്കി, 4 ഭാഗം നോക്കി, ഖുർആനിലേക്ക് നോക്കി, ആയത്തിലേക്കും ഹദീസിലേക്കും ചരിത്രത്തിലേക്കും നോക്കി, എന്നിട്ട് ചുറ്റിലും നോക്കി, ശാസ്ത്രത്തിലേക്കും നോക്കി, എന്നിട്ട് ചിന്തിച്ച് പോയപ്പോ അബ്ദുള്ള അബ്ബാസിൽ പറഞ്ഞ ഈ ആശ്ചര്യത്തിലേക്ക്, ഈ അള്ളാഹുവിന്റെ കഴിവിലേക്ക്, അദാബ് നാറിനെ കുറിച്ചുള്ള ഓർമ്മകളിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മനസ്സിലായ ഒരു കമന്റ്. എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ ചിന്തിച്ചാൽ ശരിയായിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ചിന്തിക്കണം. എവിടെ മുതൽ ചിന്തിക്കണം? അള്ളാഹ് ചിന്തിക്കാൻ പറഞ്ഞോടത്ത് ചിന്തിക്കണം. ഈ സൃഷ്ടിപ്പിനെ പറ്റി, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കാൻ നിരന്തരമായി പറയുന്നുണ്ടെന്ന് മാത്രമല്ല, ചിന്തിക്കാത്തവർ അവർ നാൽക്കാലികളെക്കാൾ അധപ്പതിച്ചവരാകുന്നു. ചിന്തിക്കാത്തവർ, ആലോചിക്കാത്തവർ, ഗവേഷണം ചെയ്യാത്തവർ അവർ നാൽക്കാലികളെക്കാൾ അധപ്പതിച്ചവരാണ്. അവർ നാൽക്കാലികളെ പോലെയാണ്, അല്ല അതിനേക്കാൾ മോശമാണ് എന്ന് പറയുന്ന ഈ ഖുർആൻ തീർച്ചയായും ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ആലോചനയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് സൃഷ്ടിപ്പിനെ പറ്റിയുള്ള ചിന്തയാണ്, സൃഷ്ടിയെ പറ്റിയുള്ള ചിന്തയാണ്. സൃഷ്ടി പഠനത്തിലൂടെ സൃഷ്ടാവിലേക്ക് എത്തുന്ന കാര്യമാണ് അവിടെ പറയുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലായോ? ചിന്തിക്കാത്തവരെ കുറിച്ച് അള്ളാഹ് മോശം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിവ് തന്നില്ലേ, നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ചിന്തിക്കാത്തവർ അള്ളാഹ്ക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. കാരണം ചിന്തിക്കണം, ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. ചിന്തിക്കാത്തവർ നാൽക്കാലികളെക്കാൾ മോശമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഇതിനോട് ചേർത്ത് വേറെ ഒരു കൂട്ടരെയും കൂടി അള്ളാഹ് നാൽക്കാലികളോട് മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും മോശക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാരറിയോ? ചിന്തിക്കാത്തവരും ചിന്തിച്ചിട്ട് ഇസ്ലാമിന്റെ ദൈവികതയും ഇസ്ലാമിന്റെ സൃഷ്ടികർത്താവും ഇസ്ലാമിന്റെ പടച്ചോനിലേക്കും എത്താത്തവരും ഇതുപോലെ ചിന്തിക്കാത്തതിനും സമമാണ്. കാരണം അവരെ ചിന്ത ശരിയായിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾ ഇസ്ലാമിന്റെ ദൈവികതയിൽ എത്തും. നിങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്ന സൃഷ്ടി കഥയിലൂടെ സൃഷ്ടാവിനെ അറിയും. അങ്ങനെ നിങ്ങൾ എത്തിയില്ലെങ്കിൽ നിങ്ങളും നാൽക്കാലികളെക്കാൾ മോശമാണ്
നിങ്ങളും നജസാണ്. കാരണം എന്താ? ഒന്നുകിൽ നിങ്ങൾ ചിന്തിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങൾ അള്ള പറഞ്ഞതുപോലെ ചിന്തിച്ചില്ല, അതല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് അവസാനം അള്ള ചിന്തിക്കാൻ പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചിടത്തേക്ക് എത്തിയില്ല. ഇത് മൂന്നായാലും ഫലം ഒന്നാണ്. മനസ്സിലായി? അതുകൊണ്ട് ഖുർആൻ ചിന്തിക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഖുർആൻ വചനം എടുത്തിട്ട് ഇതാ ഖുർആൻ ചിന്തിക്കാൻ പറഞ്ഞുകൊണ്ടെന്നും പറഞ്ഞ് വെറുതെ വയലും കെട്ടി ആൾക്കാരെ വിളിച്ച് ഖുർആൻ ചിന്തയെ പ്രോത്സാഹിപ്പിച്ച മതമാണ്, ഖുർആൻ ചിന്തിക്കാൻ പറഞ്ഞിട്ടുള്ള മതമാണ്, ചിന്താ സ്വാതന്ത്ര്യം അനുവദിച്ച മതമാണ് എന്നൊന്നും പറഞ്ഞ് വെറുതെ തള്ളി നടന്ന് ഉള്ള ഈമാൻ ഫസാദാക്കണ്ട. അള്ള ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചിന്തിക്കണം, എവിടെ ചിന്തിക്കണം, എത്ര ചിന്തിക്കണം, എവിടെ എത്തണം കൃത്യമായിട്ട് പറഞ്ഞിട്ട്. ഇനി ആ കാര്യത്തിൽ ആർക്കും ചിന്ത കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാൽ വളരെ കൃത്യമായി കൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ചിന്തിച്ച് ആകാശത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് ചിന്തിച്ച് നമുക്ക് ബോധ്യപ്പെടുകയാണ് അള്ളാഹുവിന്റെ അസ്തിത്വത്തെ പറ്റി നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, അങ്ങനെ അള്ളാഹുവിന്റെ ദൈവികതയിൽ, ഇസ്ലാമിന്റെ ദൈവികതയിൽ നമുക്ക് ബോധ്യം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ അള്ളാഹുവിന് കീഴൊതുങ്ങലാണ് യുക്തി. ആ അള്ളാഹുവിന്, ആ പടച്ച തമ്പുരാന് കീഴൊതുങ്ങലാണ് യുക്തി. ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാകുന്നു, അഥവാ ഞാൻ കീഴൊതുങ്ങിയവനിൽ പെട്ടവനാകുന്നു എന്ന് പറയുന്നതാണ് വളരെ കൃത്യമായി കൊണ്ട് യുക്തി എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ചിന്തയെ കുറിച്ച് പറഞ്ഞു. ഇനി യുക്തി. ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ച് എവിടെയെങ്കിലും വെച്ച് അള്ളാഹുവിലേക്ക് എത്തിപ്പെട്ടു എന്ന് വിചാരിക്കാം. നേരത്തെ ഇദ്ദേഹം പറഞ്ഞ അതേ മാർഗത്തിലൂടെ ചിന്തിച്ച് സൃഷ്ടികർത്താവിലൂടെ, സൃഷ്ടാവിലും സൃഷ്ടാവിന്റെ മഹത്വത്തിലും സൃഷ്ടാവിന്റെ ശ്രേഷ്ഠതയിലും സൃഷ്ടാവിന്റെ സ്വർഗനരകങ്ങളിലും നിങ്ങൾ എത്തിപ്പെട്ടു എന്ന് വിചാരിക്കുക. വൺസ് അപ്പോൺ എ ടൈം നിങ്ങൾ ആ ചിന്തയിൽ എത്തിപ്പെട്ടാൽ അവിടെ വെച്ച് പൂട്ടിക്കെട്ടിക്കൊള്ളണം. പിന്നെ ചിന്തിക്കരുത്. പിന്നെയും നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചിന്തിക്കേണ്ടത്? ഞാനിവിടെ എത്തിയത് കറക്റ്റാണ് എന്ന് ചിന്തിക്കാവുള്ളൂ. എൻ്റെ ചിന്ത കറക്റ്റായിരുന്നു എന്ന് ചിന്തിക്കാം. ഞാൻ വന്നത് കറക്റ്റ് സ്ഥലത്താണ് എന്ന് ചിന്തിക്കാം. ഇതിന് പുറത്തുള്ളതൊക്കെ പ്രശ്നമാണെന്ന് ചിന്തിക്കാം. അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പാടില്ലായിരുന്നു എന്ന് ചിന്തിക്കാം. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുണ്ടാവുമല്ലോ അല്ലേ? കാരണം അത് ചിന്തയാണ്. നമ്മളെ ചിന്ത ഏത് കൂടെയൊക്കെ പോകാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ചിന്തകളെയൊക്കെ കടിഞ്ഞാനിട്ട് കൃത്യം കൊണ്ടുപോയി അള്ളാഹുവിലേക്ക് എത്തിച്ചിട്ട് പിന്നെ ചിന്ത പൂട്ടിവെക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട പണി എന്താ? നമ്മൾ വൺസ് അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാം കംപ്ലീറ്റഡ് ആണ്. ഇവിടെ റെഡിമെയ്ഡ് സാധനം ഉണ്ട്. അള്ളാഹിന്റെ ദീൻ ഇവിടെ ഉണ്ട്, നിയമങ്ങൾ ഇവിടെ ഉണ്ട്, ഉസ്താദുമാർ ഇവിടെ ഉണ്ട്, കിതാബ് ഇവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ എന്താ പരിപാടി? പിന്നെ അതിനാണ് കീഴൊതുങ്ങുക. പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല, മനനം ചെയ്യേണ്ട, ആലോചിക്കേണ്ട, അതിനൊന്നും കാര്യമില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ചിന്തിച്ച് അവിടെ എത്തിക്കഴിഞ്ഞു. അപ്പൊ ചിന്തിച്ചവർ കീഴൊതുങ്ങുക, ചിന്തിക്കാത്തവർ ഈ കീഴൊതുങ്ങലിലേക്ക്, ഈ അടിമത്തത്തിലേക്ക് എത്തുന്നത് വരെ മാത്രം അതേ റൂട്ടിൽ ചിന്തിക്കുക, അല്ലാത്തവർ ചിന്തിക്കാതിരിക്കുക. ഇതൊക്കെയാണ് ഇതിന് മാർഗം. അതിന് പകരം പലരും ചിന്തിച്ച് കാട് കയറുന്നു എന്നുള്ളവരാണ്. അവിടെയാണ് നമ്മുടെ യുക്തി എന്താണ്? യുക്തി പ്രയോഗിക്കാൻ പറഞ്ഞത് എവിടെയാണ്? പ്രപഞ്ചത്തെ കുറിച്ചാണ്. ആ പ്രയോഗിക്കുന്നതിലൂടെ നമ്മൾ എത്തിപ്പെടുന്നത് എവിടേക്കാണ്? ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത്. അങ്ങനെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ആ സൃഷ്ടാവിൽ നിന്ന് വന്നത് സ്വീകരിക്കലാണ് യുക്തി. അവിടെയാണ് പലപ്പോഴും പല ആളുകളും ഇതിനെ തെറ്റായി മനസ്സിലാക്കിക്കൊണ്ട് പ്രമാണങ്ങളിൽ ഉള്ളിലുള്ളതിനെ കുറിച്ചും ബുദ്ധി പ്രയോഗിക്കാനാണ്, അതിലുള്ളതിനെ കുറിച്ചും യുക്തി പ്രയോഗിക്കാനാണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കുക. നിങ്ങളോട് ചിന്തിക്കാൻ പറഞ്ഞത് എന്തിനാന്നാണ് ഇപ്പൊ പറഞ്ഞത്. അത് സൃഷ്ടികർത്താവിന്റെ സൃഷ്ടി വൈഭവം സൃഷ്ടികളിലൂടെ കണ്ട് ചിന്തിച്ച് സൃഷ്ടാവിലെത്തുക, അതിന് കീഴ്പ്പെടുക. അതിനാവശ്യമുള്ള ചിന്ത എന്താണോ അത് മാത്രം ചിന്തിക്കും. ഇതിനിടയിൽ ചിന്തയുടെ അസ്ക്യത തോന്നിയിട്ട് നിങ്ങൾ സ്വയമേവയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തയുടെ പ്രശ്നമുണ്ട് തോന്നിയിട്ട് നിങ്ങളുടെ വീട്ടുകാരോ നിർബന്ധിച്ചോ ഏതെങ്കിലും ഉസ്താദുമാരുടെ അടുത്ത് പോയവർ, ഉസ്താദ് എനിക്ക് ഇന്ന സംശയങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ ചിന്ത തോന്നുന്നു എന്ന് പറഞ്ഞവരോട് ഉസ്താദുമാർ പറഞ്ഞു കൊടുത്തത് എന്താ? കാട് കയറി ചിന്തിക്കരുത്. എന്താണ്? കാട് കയറി ചിന്തിക്കരുത്. ലോജിക്കലായിട്ട് ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്ത പലതും ഇതിനകത്താണ്. അപ്പൊ വെറുതെ ഈമാൻ ഫസാദാവും. മിണ്ടാതിരുന്നാളി. എന്തിനാ ഇപ്പൊ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത്? നിങ്ങൾക്ക് എന്താ നിസ്കരിക്കാനുള്ള മുസല്ലല്ലേ? നിസ്കാരപ്പായില്ലേ? ഓതാൻ ഖുർആനില്ലേ? നീർച്ചക്ക് ചോറ് കിട്ടുന്നില്ലേ? മഹലില് പരിപാടികൾക്ക് പോകാൻ പറ്റുന്നില്ലേ? ഇത് പോരെ? എന്തിനാ നിങ്ങൾ ആവശ്യമില്ലാത്ത ചിന്തിക്കുന്നത് എന്നാണ് ഉസ്താദുമാർ പറയുന്നത്. ആവശ്യമില്ലാതെ ചിന്തിക്കരുത്. ചിന്തിച്ചാൽ ഇവിടെ എത്തിച്ചേരുന്ന ഉറപ്പാണ്. ഓൾറെഡി നിങ്ങൾ അവിടെ എത്തിനെ, പിന്നെ എന്തിനാ അതിന്റെ മുകളിൽ കിടന്ന് വെറുതെ ചിന്തിക്കുന്നത്? ഈ ചിന്തിച്ചാൽ എന്താ പ്രശ്നം എന്നറിയോ നിങ്ങൾക്ക്? ഉസ്താദ് പറഞ്ഞു. നമ്മൾ ആലോചിച്ച് നോക്കുക, പല ആളുകളുടെയും പ്രയോഗമാണ് ബുദ്ധിക്ക് യോജിക്കാത്ത ആയത്തുകൾ, ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസുകൾ. ഇതിലൂടെ അവരെന്താ ഉദ്ദേശിക്കുന്നത്? അറിവിന് പരിമിതിയില്ലാത്ത അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ള വചനങ്ങൾ, അതിലേക്ക് വളരെ പരിമിതമായ എന്റെ ബുദ്ധി ഞാൻ അതിലേക്ക് അപ്ലൈ ചെയ്യും. എന്നിട്ട് എന്റെ പരിമിതമായ യുക്തിയിൽ ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ സ്വീകരിക്കുള്ളൂ. എത്രമാത്രം അബദ്ധമാണ് ഈ ചിന്ത എന്ന് ആലോചിക്കുക. എന്താ കഥ? അള്ള നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിവ് തന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ബുദ്ധിക്ക് അനുസരിച്ചിട്ടാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ബുദ്ധിക്കും ചിന്തക്കും പരിമിതിയുണ്ട് എന്നാണ്. പരിമിതിയില്ലാത്ത ബുദ്ധിയും ചിന്തയും അത് അള്ളാഹുവിന് മാത്രമാണെന്ന്. അള്ളാഹുവിൽ നിന്ന് പരിധിയില്ലാത്ത അറിവിന്റെയും ബുദ്ധിയുടെയും ചിന്തയുടെയും കേന്ദ്രമായ അള്ളാഹുവിൽ നിന്നുള്ള വചനങ്ങളെ നിങ്ങളുടെ പരിമിതമായ അറിവ് കൊണ്ട്, ചിന്ത കൊണ്ട് നിങ്ങൾ അളക്കാൻ ശ്രമിക്കുകയാണോ? അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കുക. അതിന്റെ മുമ്പ് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അതിനു മുമ്പ് ഇതിനൊരു സൃഷ്ടാവ് ഉണ്ടെന്ന് ചിന്തിച്ച് ഉറപ്പിച്ചു വെക്കണം. എന്നിട്ട് ആ സൃഷ്ടാവ് അള്ളയാണെന്ന് ഉറപ്പിച്ചു വെക്കണം.
ആ സൃഷ്ടാവിന്റെ മതം ദീനാണെന്ന് ഉറപ്പിച്ചു വെക്കണം. ആ ദീനിലാണ് ഞാൻ ഉള്ളതെന്ന് ഉറപ്പിച്ചു വെക്കണം. ഈ 4 ചിന്ത ആദ്യം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ ബാക്കി ചിന്തിക്കാൻ പാടുള്ളൂ. സംഗതി കിട്ടിയ ഇത്രയും ചിന്ത റെഡിയാക്കി വെച്ചതിന് ശേഷം ചിന്തിക്കാം. അതിന് മുകളിലാണ് നമ്മുടെ ചിന്തക്ക് പരിമിതി ഉണ്ടെന്നും പടച്ചോന്റെ ചിന്തക്ക് പരിമിതി ഇല്ലെന്നും അതുകൊണ്ട് ചിന്തയ്ക്ക് പരിമിതിയില്ലാത്ത പടച്ചോന്റേതാണ് കിതാബ് എന്നും ഗ്രന്ഥമെന്നും അത് നമ്മുടെ ചിന്തക്ക് ചിലപ്പം ചേരാത്ത അതിനകത്ത് ഉണ്ടാകുമെന്നുള്ള ഒരു ബോധ്യത്തിൽ നിങ്ങൾ ആദ്യം ചിന്തിച്ച് സെറ്റാക്കി വെച്ചിട്ട് നിങ്ങൾ ഖുർആൻ വായിച്ചിട്ട് എങ്ങനെ വേണേ ചിന്തിച്ചോ, ഒരു കുന്തം സംഭവിക്കില്ല. എങ്ങനെ വേണേ ചിന്തിച്ചോ. ചിന്തിച്ച് അന്തം വിട്ടു പോയിരിക്കണം. ചിന്തയാണ് ഇന്നിവിടെ ചിന്തയാണ്. ഒന്നുകിൽ നിങ്ങളുടെ ചിന്ത ഇന്ന് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ചിന്തിച്ച് നിങ്ങൾ മുർത്തതാവും. ഇതിലേതാ വേണ്ടത് നിങ്ങൾ തീരുമാനിച്ചോളി. ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇത് ഇസ്ലാമിൽ നിന്ന് ഇതിനോടകം പുറത്തു പോയവരോടോ ഇസ്ലാമിന് പുറത്തു നിൽക്കുന്ന സമൂഹത്തോടോ അല്ല ബാസിൽ സംസാരിക്കുന്നത്. ഇസ്ലാമിക പ്രമാണങ്ങളെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഇസ്ലാമിനകത്ത് എന്ന രീതിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നവർ, ഇസ്ലാമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഖുർആനിനെ ബുദ്ധിപരമായി വ്യാഖ്യാനിക്കുന്നവർ, അത്തരം ആളുകളോടാണ് ബാസിൽ സംവദിക്കുന്നത്. മനുഷ്യന്റെ ബുദ്ധിക്ക് യുക്തിക്ക് പരിമിതി ഉണ്ടെന്നാൽ ആ പരിമിതമായ ഒരുപാട് പരിമിതികളുള്ള ആ യുക്തി വെച്ചിട്ടാണോ പരിധികളില്ലാത്ത പടച്ചതമ്പുരാന്റെ വചനങ്ങൾ നമ്മൾ അളക്കുന്നത് എന്ന ചോദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പരിമിതി നമ്മൾ ഒരുപാട് കാലം ബോധ്യപ്പെട്ടതല്ലേ അല്ലെ? ചരിത്രത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരുപാട് തവണ ഈ പരിമിതികൾ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിന് നേരെ എതിരാളികൾ ഒരു കാലത്ത് വലിയ രൂപത്തിൽ ഉന്നയിച്ച ഒരു ആരോപണമായിരുന്നു, ഖുർആനിൽ പ്രപഞ്ചം വികസിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ വികസിക്കുന്നതൊന്നുമല്ല, അത് സ്റ്റാറ്റിക് ആണ്. ഒരുപാട് കാലത്തെ വിമർശനമായിരുന്നു. കാരണം അന്നത്തെ അവരുടെ ബുദ്ധിയും യുക്തിയും വെച്ചിട്ട് അതായിരുന്നു ശരി. പക്ഷേ ഇന്ന് നമുക്കറിയാം ശാസ്ത്രം എവിടേക്ക് എത്തിപ്പെട്ടു എന്ന്. എവിടുന്ന് ആര് എന്ന് വിമർശിച്ച കഥയാണ് പറയുന്നത് ബാസിലെ. പ്രപഞ്ചം വികസിക്കുന്നു എന്ന ഖുർആൻ വചനത്തെ വിമർശിച്ചുകൊണ്ട് ശാസ്ത്രജ്ഞന്മാരും അല്ലെങ്കിൽ ശാസ്ത്രത്തെ അറിവിന്റെ മാർഗമായിട്ട് സ്വീകരിക്കുന്നവരും ഇസ്ലാമിനെതിരെ ഉയർത്തിയ വലിയ വിമർശനമായിരുന്നു ഖുർആനിൽ പ്രപഞ്ചം വികസിക്കുന്നുണ്ട്, യഥാർത്ഥത്തിൽ പ്രപഞ്ചം വികസിക്കുന്നില്ല എന്ന്. ആ വിമർശനം ഉന്നയിച്ച ഒരാളെ കൊണ്ടെത്തരുമോ? പ്രപഞ്ചം വികസിക്കുന്നു എന്ന് ഖുർആനിലോ? എവിടെ ബാസിലെ? നിങ്ങൾ തന്നെ പറയണം, നിങ്ങളെ ചിന്തക്കും ബുദ്ധിക്കും അനുസരിച്ച് ഖുർആൻ ഒപ്പിക്കാൻ പോകരുത്, കോട്ടിമാട്ടാൻ പോകരുത്. ഇത് മാത്രമല്ല, വേറെ 1-2 ഉദാഹരണങ്ങൾ ഇദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, അബ്ദുൽ അബ്ബാസിൽ സ്പെസിഫിക് ആയിട്ട് ഈ പ്രപഞ്ചത്തിന്റെ വികാസം, ഖുർആൻ പറഞ്ഞ പ്രപഞ്ചത്തിന്റെ വികാസത്തെക്കുറിച്ച് ഖുർആനിലുള്ള വചനങ്ങളും അതിന്റെ പശ്ചാത്തലവും സാഹചര്യവും വിശദീകരണം ഒക്കെ എടുത്തു വെച്ചിട്ട് ശാസ്ത്രീയമായിട്ട് ഇന്നെത്തി നിൽക്കുന്ന ഇന്നത്തെ നിഗമനങ്ങൾ അത് ഖുർആനിനോട് എത്രമാത്രം യോജിച്ചു പോകുന്നു എന്നും, ഇങ്ങനെ പണ്ട് ഖുർആനിൽ പ്രപഞ്ചം വികസിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ പരിഹസിച്ചവരുടെയൊക്കെ അണ്ടം കീറിയ ഖുർആൻ വചനങ്ങളൊന്ന് നിരത്തി എടുത്തിട്ട് ഒന്ന് പറഞ്ഞു തരണം. അത് പ്രത്യേകമായിട്ടൊരു വീഡിയോ ചെയ്യണം എന്നാണ് എനിക്ക് ഇദ്ദേഹത്തോട് പറയാനുള്ളത്. ഇനി ഇതിനെ തുടർന്ന് പറയാൻ പോകുന്ന 1-2 ശാസ്ത്ര അത്ഭുതങ്ങളുണ്ട്, നമ്മുടെ ഈച്ചയൊക്കെ പോലെ. പിന്നെ സൂര്യന്റെ ചലനം. ഈ 2-3 കാര്യങ്ങൾ മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് പറയണം. അപ്പൊ അബ്ദുള്ള ബാസിൽ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അതിന് ഇപ്പൊ ഈ പറഞ്ഞു പോകുന്ന തള്ളിമറിച്ച് പോകുന്നതിന് അപ്പുറത്തേക്ക് ഖുർആൻ വചനങ്ങളൊക്കെ ഉദ്ധരിച്ച് അതിന്റെ അർത്ഥം പറഞ്ഞ് അതിന്റെ വിശദീകരണം പറഞ്ഞ് അതിന്റെ തഫ്സീറും അതിന് പ്രൂവ് ചെയ്യുന്ന ശാസ്ത്രീയമായിട്ടുള്ള ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ശാസ്ത്ര നിഗമനങ്ങളും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പൊ നമുക്കത് അവിടെ നിർത്താം. ഖുർആനിൽ പ്രപഞ്ചം വികസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് തെറ്റാണ്. പ്രപഞ്ചം അങ്ങനെ അനങ്ങാണ്ട് നിൽക്കുകയാണ്, സ്റ്റാറ്റിക്കാണ് എന്ന് ഖുർആനിനെ വിമർശിച്ചവർ, ഈ കാരണം കൊണ്ട് ഖുർആനിൽ പ്രപഞ്ചം വികസിക്കുന്നതാണ് എന്ന് പറഞ്ഞു എന്ന കാരണം കൊണ്ട് ഖുർആനിനെ വിമർശിച്ചവർ. അടുത്തൊരു ഉദാഹരണം കേട്ടോളി. അതുപോലെ തന്നെ സൂര്യൻ ചലിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു, സൂര്യൻ ചലിക്കുന്നതായി പറഞ്ഞിരിക്കുന്നു. എന്നാൽ സൂര്യൻ എന്ന് പറഞ്ഞാൽ അവിടെ വെറുതെ കിടക്കുന്നതാണ്, നമുക്ക് അറിഞ്ഞൂടെ? ഇതായിരുന്നു ഒരു കാലത്തെ യുക്തി. ഇന്നത് ആളുകളുടെ മുമ്പിൽ പറയാൻ പറ്റുമോ? അതല്ലേ സൂര്യൻ ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ശാസ്ത്രം സമ്മതിച്ചിരുന്നില്ല, ഇസ്ലാമിന്റെ എതിരാളികൾ സമ്മതിച്ചിരുന്നില്ല. പക്ഷെ പണ്ടേക്കും പണ്ടേ ഖുർആൻ പറഞ്ഞു എന്ത്? സൂര്യൻ ചലിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. അത് ഖുർആൻ പറഞ്ഞത് തെറ്റാണ് എന്ന് വന്നു എന്നാണ്. എന്താ ഖുർആൻ പറഞ്ഞത്? എന്തിനെ കുറിച്ചാ ഖുർആൻ പറഞ്ഞത്? ബാസിൽ അടുത്ത വീഡിയോയിൽ ഈ 2-3 കാര്യങ്ങൾ ഇനി ഒരെണ്ണം കൂടി വരാണ്ട്, നമ്മുടെ ഈച്ച ശാസ്ത്രം, അതും കൂടി ചേർത്ത് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്ത് തരണം എന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നത്. അത് എന്നെ പോലെയുള്ള ഒരുപാട് ആളുകൾക്ക് ഖുർആനിന്റെ മഹാത്ഭുതം, ശാസ്ത്രം മുട്ടുമടക്കിയ പ്രധാനപ്പെട്ട 2-3 അത്ഭുതങ്ങൾ അത് കൂടുതൽ അടുത്തറിയാനും അതുവഴി ഒരുപക്ഷെ ഹിദായത്തിലേക്ക് എത്തിച്ചേരാനും സാധിച്ചാലോ. അതുകൊണ്ട് ഇതൊരു അഭ്യർത്ഥനയായിട്ട് അബ്ദുള്ള ബാസിൽ സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. അപ്പൊ ഖുർആനിലെ വശംസുതരി എന്താണെന്നും എന്തിനാണെന്നും എങ്ങനെയാണെന്നും ഒക്കെ വിശദമായിട്ട് അപ്പൊ ആ സമയത്ത് നമുക്ക് പറയാം. പക്ഷെ നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല, ഈ ഖുർആനിലെ സൂര്യൻ ചലിക്കുന്നു എന്ന ആയത്തിനെ മുൻനിർത്തി, അതിന്റെ തഫ്സീറിനെ മുൻനിർത്തി ഇപ്പോഴും ഭൂമി ചലിക്കുന്നില്ല, സൂര്യനാണ് ചലിക്കുന്നത്, സൂര്യന്റെ ചലനം കൊണ്ടാണ് രാവും പകലും ഉണ്ടാവുന്നത് എന്ന് പഠിപ്പിക്കുന്ന മദ്രസകൾ ലോകത്തിന്റെ പല ഭാഗത്തുണ്ട് എന്ന് മാത്രം ഇപ്പൊ പറഞ്ഞു വെക്കുന്നു. ബാക്കി നമുക്ക് ആവശ്യം വരികയാണെങ്കിൽ പിന്നെ പറയാം. അടുത്തത്, പല ഹദീസുകളെയും തള്ളാൻ പല ആളുകളും പല യുക്തികളും ഉപയോഗിച്ചിരുന്നു. ചെകനൂർ മൗലവിയെ പോലെയുള്ള ആളുകൾ അല്ലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് എടുത്തുകൊണ്ട് ഈച്ച ജ്യൂസ് എന്ന് കളിയാക്കിയ ചില ആളുകൾ കഴിഞ്ഞു പോയിരുന്നു. എന്നാൽ പിന്നീട് നമ്മൾ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നതിലൂടെ ആ ആരോപണങ്ങൾ ഇന്ന് ചവറ്റുകൊട്ടയിൽ പോലും ഇടാൻ പറ്റാത്ത രൂപത്തിൽ അത്രയും ബാലിശാണെന്ന് മനസ്സിലാവാൻ
മനസ്സിലായോ? ഇന്ന് ശാസ്ത്രലോകം ഈച്ച ജ്യൂസിന് വേണ്ടി നെട്ടോട്ടമോടുകയാണ് സുഹൃത്തുക്കളെ. കിട്ടാവുന്നിടത്തെല്ലാം ഈച്ചകളെ ശേഖരിച്ചുകൊണ്ട് ഈച്ച ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എന്താ ബാസിൽ പറയുന്നത്. ഈച്ചയുടെ ഒരു ചിറകിൽ ഔഷധവും മറുചിറകിൽ പ്രശ്നവുമാണ് എന്ന് പറഞ്ഞ ആയത്ത്, പാനീയത്തിൽ ഈച്ച വീണാൽ അതിനെ മുക്കി എടുത്തു കളഞ്ഞതിന് ശേഷം അത് കഴിക്കാം, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഹദീസ് ശാസ്ത്രീയമായി ലോകത്തുനിന്ന് മഹാത്ഭുതം സൃഷ്ടിച്ചു എന്നോ കൊണ്ടുവരണം. അപ്പൊ അതുകൊണ്ട് 3 കാര്യങ്ങൾ. ഒന്ന്, പ്രപഞ്ചം വികസിക്കുന്നത് ആദ്യഘട്ടത്തിൽ അക്കാരണം കൊണ്ട് ഖുർആനിനെ എതിർക്കുകയും പിന്നീട് അത് ശാസ്ത്രം ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. രണ്ടാമത്തത്, സൂര്യൻ ചലിക്കുന്നു എന്ന് 1400 കൊല്ലം മുമ്പ് ഖുർആനിലൂടെ പറഞ്ഞു, ശാസ്ത്രം അന്നത് സമ്മതിച്ചില്ല, ഇപ്പൊ ശാസ്ത്രം ഞെട്ടിത്തരിച്ചിരിക്കുന്നു എന്ന രണ്ടാമത്തെ അറിവ്. മൂന്നാമത്തെ കാര്യം, ഈച്ച പാനീയം, ഈച്ച ഈ 3 കാര്യങ്ങൾ പ്രത്യേകമായി കൊണ്ട് തന്നെ അബ്ദുൽ അബ്ബാസിൽ വിശദീകരിച്ച് ഖുർആനിന്റെ മുമ്പിൽ ശാസ്ത്രം മുട്ടുമടക്കിയ മനുഷ്യന്റെ ചിന്തയുടെ പരിമിതി ഖുർആനിന് മുമ്പിൽ, അള്ളാഹുവിന്റെ അറിവിന് മുമ്പിൽ എത്ര ചെറുതാണ് എന്ന് ലോകത്തിന് ഇതിനോടകം ബോധ്യപ്പെട്ട 3 കാര്യങ്ങളാണ് ഇപ്പോൾ ബാസിൽ പറയാൻ ശ്രമിച്ചത്. ആ 3 കാര്യങ്ങൾ മാത്രമായി അതിന്റെ കൃത്യമായ ആയത്തുകളും വിശദീകരണങ്ങളും ചേർത്തുകൊണ്ട് അതിന്റെ ശാസ്ത്രീയ വസ്തുതകളും അതിന്റെ തെളിവുകളും നിരത്തിക്കൊണ്ട് അബ്ദുൽ അബ്ബാസിൽ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽ അത് വന്നാൽ അതൊന്നും എനിക്ക് അയച്ചു തരുവാണ്. ഒന്നുമില്ല, പഠിക്കാൻ ബാസിൽ പറഞ്ഞ പോലെ ചിന്തിച്ചിട്ട് എങ്ങാനും അവിടെ എത്തുകയാണെങ്കിലോ ആലോചിക്കാം. അതിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ഉണ്ടായിട്ട്. ഇതിലൂടെയൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നത് എന്താ? നമ്മുടെ യുക്തിയുടെ പരിമിതിയാണ്. ആ യുക്തി വെച്ച് നമ്മൾ പ്രമാണങ്ങൾ അളക്കുന്നതിന്റെ ബലഹീനതയാണ് നാം മനസ്സിലാക്കുന്നത്. അതെ, ഇതിലൂടെയൊക്കെ നമുക്ക് ബോധ്യപ്പെട്ട എന്താണ്? പ്രമാണങ്ങളെ അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ബുദ്ധിയെ, യുക്തിയെ നിങ്ങളുടെ യുക്തി കൊണ്ട് അളക്കരുത് എന്നാണ് ഈ 3 ഉദാഹരണങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത്. അങ്ങനെ പരിമിതമായ യുക്തിക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള തള്ളലുകളാണ് നമ്മുടെ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. സംസം വെള്ളത്തിന് പ്രാധാന്യമുണ്ടെന്ന ഹദീസ്, അതുപോലെ തന്നെ 6 നോമ്പിനെ പറ്റിയുള്ള ഹദീസ്, അജുവാക്കാരക്കയുടെ ശ്രേഷ്ഠതയെ പറ്റിയുള്ള ഹദീസ്, ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയുടെ വിവാഹപ്രായത്തെ പറ്റിയുള്ള ഹദീസ്, മസീഹുദ് ദജ്ജാലിനെ പറ്റിയുള്ള ഹദീസ്, താടി വളർത്തലിനെ പറ്റിയുള്ള ഹദീസ്, ഇങ്ങനെ ഖബർ ശിക്ഷയെ പറ്റിയടക്കം ഒരുപാട് ഹദീസുകളും ആയത്തുകളും സ്വന്തം ബുദ്ധിക്ക് യോജിക്കുന്നില്ല, സ്വന്തം യുക്തിക്ക് യോജിക്കുന്നില്ല എന്നതിന്റെ പേരിൽ തള്ളുന്നത് നമ്മൾ കണ്ടു. ഞാൻ പറഞ്ഞു, ഇതൊന്നും നമ്മളെ കുറിച്ചല്ല കേട്ടോ. ഇതിനോടകം പുറത്തു വന്നവരെ കുറിച്ചോ ഇസ്ലാമിനെ പുറത്തു നിൽക്കുന്നവരെ കുറിച്ചേ അല്ല. ഇസ്ലാമിനകത്ത് നിന്നുകൊണ്ട് ഖുർആനിലും ഹദീസിലുമുള്ള ചില കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അത് ബുദ്ധിക്ക് യുക്തിക്കും നിരക്കുന്നതല്ല, ഇക്കാലത്ത് നാട്ടുകാരോട് പറയാൻ പറ്റാത്തതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം മനുഷ്യരെ കുറിച്ച്, മതത്തിനകത്താണ് എന്ന് സ്വയം വിചാരിക്കുന്ന ഒരു വിഭാഗത്തെ കുറിച്ചാണ് അബ്ദുൽ അബ്ബാസിൽ പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ കുറിച്ചാണ്, നല്ല നമ്മളെ കുറിച്ചേ അല്ല. അപ്പൊ ആയിഷയുടെ കല്യാണം, 6 വയസ്സിലുള്ള കല്യാണം, അതിനെന്താ കുഴപ്പം എന്ന് പറഞ്ഞ് ഒരു ഭാഗത്ത് ഇവർ ഹദീസിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു കൂട്ടർ പറയാണ് അതൊന്നും വിശ്വസിക്കാൻ പറ്റൂല, ആയിഷാനെ മുഹമ്മദ് കല്യാണം കഴിച്ച 18 വയസ്സിന് ശേഷമാണ് എന്ന് പല സാഹചര്യ തെളിവുകൊണ്ടും നമുക്ക് തെളിയിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടർ ആളുകൾ വിമർശിക്കും എന്ന കാരണത്തിൽ ഹദീസ് തള്ളുന്നു എന്നതാണ് പ്രശ്നം. കുറെ ഹദീസുകൾ, ദജ്ജാലിന്റെ കുറെ കാര്യങ്ങളുണ്ട്, ഖബർ ശിക്ഷ തുടങ്ങിയിട്ട് കുറെ കാര്യം. അത് മനുഷ്യന്റെ ബുദ്ധിക്കും യുക്തിക്കും ചേരുന്നതല്ല എന്ന് മാത്രമല്ല ബാസിലെ പ്രശ്നം, അത് ദൈവികത എന്ന ഒരു സങ്കല്പത്തിന് നിരക്കുന്നതല്ല, എല്ലാ കാലത്തേക്കുമുള്ള ധാർമ്മിക മാതൃക എന്നതിന് നിരക്കുന്നതല്ല എന്നൊക്കെ കാരണമുണ്ട്. അപ്പൊ അതുകൊണ്ട് വിശ്വാസികൾക്ക് എങ്ങനെയും അള്ളാനെയും ദീനിനെയും സത്യപ്പെടുത്തണമെങ്കിൽ എടുത്തു കളയേണ്ട കളകളായിട്ട്, നമ്മൾ നെൽകൃഷി നടത്തുമ്പോൾ അവിടെ മുളച്ചു വരുന്ന എല്ലാതും നമ്മൾ എടുത്ത് ഉപയോഗിക്കില്ലല്ലോ, അതിൽ നിന്ന് പറിച്ചു കളയേണ്ട കളകളായിട്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നും ഖുർആനിന്റെ ചില വ്യാഖ്യാനങ്ങൾക്കും ഒക്കെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടെത്തുന്ന ആളുകൾ അവരെങ്ങനെങ്കിലും ഇസ്ലാം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നവരാണ്. മനുഷ്യന്റെ ചിന്തക്കും ബുദ്ധിക്കും യോജിക്കുന്നതാണെങ്കിലേ നിലനിൽക്കൂ, അതേ കാലത്തെ അതിജീവിക്കൂ. അതുകൊണ്ടാണ് അവർ അങ്ങനെ ശ്രമിക്കുന്നത്. അപ്പൊ അവരോടാണ് അബ്ദുൽ അബ്ബാസിൽ പറയുന്നത്, നമ്മളോടല്ല. എന്നാൽ ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഒരു ഹദീസ് നമ്മൾ നിഷേധിക്കുന്നതിലൂടെ, ഒരു ആയത്ത് നമ്മൾ നിഷേധിക്കുന്നതിലൂടെ വഹീനെയാണ് നമ്മൾ നിഷേധിക്കുന്നത്. ഒരു വഹീനെ നിഷേധിച്ചാൽ ദിവ്യവചനങ്ങളെ തള്ളിക്കളയാനുള്ള വാതിലാണ് അവിടെ തുറക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് പ്രശ്നം. അപ്പൊ അങ്ങനെ ചിന്തിക്കണമെന്നും അത് നാട്ടുകാരോട് പറയാൻ പറ്റാത്തതാണെന്നൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടാലും അതിനെ തള്ളിക്കളയരുത്, മുറുക്കി പിടിച്ചോളണം. അതിന്റെ കാരണം എന്താ? ഇന്ന് നിലവിൽ സഹിഹാണ് എന്ന് വിധി എഴുതപ്പെട്ടിട്ടുള്ള ഹദീസുകളിൽ നിന്നോ ഖുർആന്റെ ഏതെങ്കിലും അർത്ഥങ്ങളിൽ നിന്നോ ഏതെങ്കിലും ഒന്ന് നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് യോജിക്കുന്നതല്ല എന്ന് പറഞ്ഞ് തള്ളിയാൽ നിങ്ങൾ തള്ളുന്നത് കേവലം ഒരു ഖുർആൻ വചനമോ ഒരു ഹദീസോ അല്ല, നിങ്ങൾ ദൈവികതയാണ് തള്ളുന്നത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തോട്ട് പോകാനുള്ള വാതിലിന്റെ ആദ്യത്തെ കുറ്റിയെടുക്കലാണത് എന്നർത്ഥം. അതാണ് അതിന്റെ പ്രശ്നം. അതുകൊണ്ട് എന്തൊക്കെ വൃത്തികേട് ഹദീസിലുണ്ടെങ്കിലും സഹിഹാണോ സഹിച്ചോളുക, ന്യായീകരിച്ചോളുക, മുറുക്കി പിടിച്ചോളുക, റെഡി ടു വെയിറ്റ് എന്ന് പറയാം. ചിന്തയുടെ കേന്ദ്രം തലച്ചോറാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വഹീന്റെ അടിസ്ഥാനത്തിലാണ്, അള്ളാഹ് അങ്ങനെ വെറുതെ പറയൂല എന്ന് ഉറപ്പിച്ച് പറയാം. ശാസ്ത്രം അതിനെ ചുറ്റിലും പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല, എന്തൊക്കെ തെളിവ് കിട്ടിയാലും കുഴപ്പമില്ല, സമ്മതിക്കരുത്. അത് നിങ്ങളുടെ പരിമിതി കൊണ്ട് ഇപ്പൊ നിങ്ങൾ അങ്ങനെ പറയണാണ്. നാളെ മറ്റന്നാൾ ചിന്തയുടെ കേന്ദ്രം ഹൃദയമാണ് എന്നിടത്തേക്ക് ശാസ്ത്രം എത്തും എന്ന് ഉറച്ചു വിശ്വസിക്കുകയും അവിടെ പിടിച്ചു നിൽക്കുകയും ചെയ്യുക. അല്ലാതെ നിങ്ങൾ തള്ളാൻ പോയാൽ, ദുർവ്യാഖ്യാനം ചെയ്യാൻ പോയാൽ
സംഗതി കയ്യിൽ നിന്ന് പോകും എന്നാണ്. ഇത് വെറുതെ ബാസിൽ പറയുന്നതല്ല, അനുഭവങ്ങളാണ്. പതിറ്റാണ്ടുകളായി കേരളത്തിലും ലോകത്തെമ്പാടും നടന്നിട്ടുള്ള ഇത്തരം ചിന്താ പരീക്ഷണങ്ങളിലൂടെ മുസ്ലിം സമൂഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം എത്തിച്ചേർന്നിട്ടുള്ള ദുരവസ്ഥയെക്കുറിച്ചുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ്. ബാക്കിയുള്ളവരെങ്കിലും ഇസ്ലാമിനകത്ത് എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താനുള്ള ആഗ്രഹം കൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് പരിമിതികളില്ലാത്ത പടച്ചവനിൽ പരിപൂർണ്ണ സമർപ്പണം നടത്തുന്നവനാണ് മുസ്ലിം. മുസ്ലിമീൻ, ഞാൻ കീഴൊതുങ്ങിയവനാണ്, എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്, ആ പരിമിതികളില്ലാത്ത റബ്ബിൽ ഞാൻ ഇതാ കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് പൂർണ്ണമായി സാധിക്കുന്നുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇനി എങ്ങാനും ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് പരിമിതി ഉണ്ട്, അള്ളാഹ്ക്ക് പരിമിതി ഇല്ല, ഖുർആൻ അള്ളാഹിന്റെ അടുത്ത് നിന്നാണ്. അതുകൊണ്ട് നമുക്ക് ബുദ്ധിക്ക് ചേരാത്ത പലതും അതിനകത്ത് കാണും, അതൊന്നും ഗൗനിക്കണ്ട, അതിമക്ക് പോയി കെട്ടിമറിയണ്ട. അങ്ങനെ ആദ്യം ചിന്തിച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചോളി. ഇതന്നെയാണ് തുടക്കം മുതൽ പറയുന്നത്. അല്ലെങ്കിൽ ഇത് പുറത്തോട്ടുള്ള വാതിൽ തുറക്കലായിരിക്കും. ചരിത്രത്തിൽ അങ്ങനെ നിരവധി അനവധി അനുഭവങ്ങളുണ്ട്. കുറച്ച് ഉദാഹരണങ്ങൾ ബാസിൽ പറഞ്ഞുതരും. ഖുർആനിലോ ഹദീസിലോ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിക്ക് വിരുദ്ധമായ കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ അറിവിന് പരിമിതിയില്ലാത്ത അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിന്റെ വചനങ്ങൾ ഞാൻ എന്റെ പരിമിതമായ യുക്തി വെച്ച് പരിശോധിച്ച ശേഷം മാത്രമേ സ്വീകരിക്കൂ എന്നാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. അതെ, വാസ്തവത്തിൽ നിങ്ങൾ നിങ്ങളുടെ ചിന്തക്ക് വഹയിനേക്കാൾ പ്രാധാന്യം കൊടുത്താൽ അള്ളാഹിന്റെ ബുദ്ധിനെ നിങ്ങളുടെ സ്വന്തം ബുദ്ധി കൊണ്ട് അളക്കുന്നു എന്നുള്ളതാണ്. അത് ഗുരുതരമായ തെറ്റാണ്. നിങ്ങൾ വലിയ ദുരന്തത്തിൽ ചെന്ന് ചാടും. അള്ളാഹുവിന്റെ പരിധിയില്ലാത്ത അറിവ്, ബുദ്ധി, യുക്തി, അതിലൂടെ നിങ്ങൾക്ക് തന്ന അറിവിനെ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ചുകൊണ്ട്, പരിമിതമായ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ചുകൊണ്ട് അളക്കാൻ ശ്രമിക്കരുത്. അളന്നു കഴിഞ്ഞാൽ അബദ്ധം പറ്റും. അഥവാ അവൻ പറയുന്നത് ദൈവിക വചനങ്ങളെക്കാൾ വഹീനേക്കാൾ എന്റെ ബുദ്ധിയും യുക്തിയുമാണ് പ്രധാനം എന്നാണ് അവർ അതിലൂടെ പറയുന്നത്. അഥവാ വഹീനേക്കാൾ എന്റെ യുക്തിക്കും എന്റെ ബുദ്ധിക്കും പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എന്റെ ബുദ്ധിക്കും യുക്തിക്കും യോജിച്ചതിന് ശേഷം മാത്രമേ ഞാൻ എന്തും സ്വീകരിക്കുകയുള്ളൂ എന്ന് നമ്മൾ പൊതുവെ പറയുന്ന യുക്തിവാദം എന്നും പറയുന്ന യുക്തിരഹിത വാദങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് നമുക്ക് വളരെ കൃത്യമായി കൊണ്ട് കാണാൻ സാധിക്കും. ഈ യുക്തിവാദത്തെ യുക്തിരഹിതവാദം എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? യുക്തി എന്താണെന്ന് നേരത്തെ അബ്ദുള്ള ബാസിൽ പറഞ്ഞു. സൃഷ്ടികളിലൂടെ ചിന്തിച്ച് സൃഷ്ടാവിലെത്തുകയും അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സൃഷ്ടാവിന് കീഴ്പ്പെടുക എന്ന യുക്തിയും പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതാണ് യുക്തി. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് യുക്തിരാഹിത്യമാണ്. മനസ്സിലായി? അതുകൊണ്ട് ഇസ്ലാമിന് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലേക്ക് കണ്ണു വീഴ്ച നോക്കി, പിന്നെ ഖുർആനിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കി, അത്ഭുതം കൂറി ഷഹാദത്ത് കലിമ ചൊല്ലി കീഴൊതുങ്ങുന്നതാണ് യുക്തി. ആ തരം ചിന്തകൾ, അതിലേക്ക് നയിക്കുന്ന ചിന്തകൾ യുക്തിയും, അതല്ലാത്തതൊക്കെ യുക്തിരഹിതമായ ചിന്തകൾ. ഇങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ അത് ബാസിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞുതരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ആളുകളെങ്കിലും വിചാരിക്കും ഇത് കുറച്ച് ഹദീസുകളെ തള്ളുന്ന ഒരു വിഷയമാണ്, ഇത് ഹദീസിൽ അവസാനിക്കുകയില്ല. ഇതിന്റെ അടിസ്ഥാനം എന്റെ ബുദ്ധിയാണ് വഹീനേക്കാൾ പ്രാധാന്യം എന്ന ചിന്തയാണ്. അത് എവിടെയും അവസാനിക്കില്ല. അപ്പൊ ചിലവർ പറയണത് ഇത് ഒരു ഹദീസല്ലേ, ഒരു ഹദീസിന്റെ പകുതിയല്ലേ, ഇത് അവിടെ ഒന്നും നിൽക്കൂല. ഇത് നിങ്ങൾ ഇങ്ങനെ എടുത്ത് ഓരോന്നോരോന്നെടുത്ത് അതിന്റെ യുക്തിയും ബുദ്ധിയും അതിന്റെ ശാസ്ത്രവും അതിന്റെ കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്കറിയോ, ഉള്ളി തൊലി കളയുന്ന പോലെ ഇരിക്കും. ഇസ്ലാമിന്റെ അവസ്ഥ അതായിരിക്കും. നിങ്ങൾ വിചാരിക്കും ഇത് മുകളിലുള്ള ഉണങ്ങിയ ഒരു തൊലിയല്ലേ, അതവിടെ നിൽക്കൂല. നമ്മൾ അതിനടുത്തുള്ളിൽ ഒരു തൊലി കാണും, അതൊന്ന് പറിച്ച് അത് പരിശോധിക്കുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ, ഞാൻ വെറുതെ പറയാനല്ല, അനുഭവങ്ങൾ. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി കൊണ്ട് പറഞ്ഞ ഒരു സംഭവമുണ്ട്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ കപ്പലിൽ നിന്നും കടലിലേക്ക് വലിച്ചെറിയുകയും ഒരു മത്സ്യം വന്ന് വിഴുങ്ങുകയും പിന്നീട് അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്ത സംഭവം നമ്മൾ എല്ലാവരും ഖുർആനിൽ വായിച്ചിട്ടുള്ളതാണ്. ഈ യുക്തി പ്രയോഗിച്ച് പ്രമാണങ്ങളുടെ മുകളിൽ യുക്തിയെ പ്രതിഷ്ഠിച്ചപ്പോ എന്താണ് അവസാനം സംഭവിച്ചത്? ചേകനൂർ മൗലവിയുടെ വിഭാഗം അവർ 2002 ഒക്ടോബറിൽ അവരുടെ ഖുർആൻ ദർശനം എന്ന ഗ്രന്ഥത്തിൽ, അവരുടെ പ്രസിദ്ധീകരണത്തിൽ അവർ പറഞ്ഞ കാര്യം തികച്ചും അസംഭവ്യവും അസംബന്ധം നിറഞ്ഞതുമാണ്. ഈ കഥ ഖുർആനിൽ പറഞ്ഞ കാര്യത്തെ പറ്റിയാണ് ഈ പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾ ആദ്യം ഒരു ഹദീസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഹദീസിനെ യുക്തിഭദ്രമായിട്ട് പരിശോധിക്കും. അങ്ങനെ നിങ്ങൾ പരിശോധിച്ചു തുടങ്ങിയാൽ നിങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്ത പലതും നിങ്ങൾ ഖുർആനിൽ കണ്ടു എന്ന് വരും. അപ്പൊ നിങ്ങൾ അതിനെയും തള്ളും. അതാണ് ചേകനൂർ മൗലവിക്ക് പറ്റിയത് എന്നാണ് ഇപ്പം അബ്ദുള്ള ബാസിൽ പറഞ്ഞത്. യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ കടലിലേക്ക് വലിച്ചെറിഞ്ഞ് മത്സ്യം വിഴുങ്ങി എന്ന് പറയുന്നത് അസംഭവ്യമാണ്, അസംബന്ധം നിറഞ്ഞതാണ്. എന്റെ കാര്യം എന്റെ ബഹുമാനപ്പെട്ട ബുദ്ധിക്ക് അത് യോജിക്കുന്നില്ല. എന്നിട്ടോ ബുദ്ധി ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ, കടലിനടിയിൽ ഒരു തിമിംഗലത്തിന്റെ വയറ്റിൽ 40 ദിവസം പോയിട്ട് 40 മിനിറ്റ് പോലും കഴിച്ചു കൂട്ടാനാവോ? ബുദ്ധി വർക്ക് ചെയ്യാൻ വളരെ കൃത്യമായ ഒരു യുക്തിയാണ്. മനസ്സിലായോ? ഇവിടെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, യുക്തി എന്ന് പറഞ്ഞാൽ ബാസിൽ നേരത്തെ പറഞ്ഞ യുക്തി ആളുകൾ മറന്നുപോയി. ചെറിയ ഒരു യുക്തി, കുതിരവട്ടം പപ്പു പറഞ്ഞ മാതിരി ചെറിയ സ്ക്രൂ ഡ്രൈവർ എടുത്ത് പിരിച്ചെങ്കിൽ അപ്പൊ തീർന്നേനെ കഥ. എന്താണ് ചെറിയ യുക്തി? അള്ളാഹു തആലാക്ക് എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന ചെറിയ യുക്തി പ്രയോഗിച്ചിരുന്നെങ്കിൽ ഈ പുലിവാലി പിടിക്കൂലായിരുന്നു ചേകനൂർ മൗലവി എന്നാണ് ബാസിൽ പറയുന്നത്. ഇത് എന്റെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കുന്നതല്ല, ഇങ്ങനെ ഒരു കഥ, അത് അസംബന്ധമാണ്, അസംഭവ്യമാണ് എന്ന് ഈ ഖുർആൻ വചനത്തിന് ഇങ്ങനെ അർത്ഥം കൊടുക്കുന്നത് ശരിയല്ല എന്ന് ഖുർആനിനെയല്ല, ഖുർആനിന്റെ വചനത്തിന്റെ വ്യാഖ്യാനത്തെയാണ് ചേകനൂർ മൗലവി തള്ളുന്നത്.
ചേകനൂർ മൗലവി ഖുർആൻ വചനങ്ങളെ തള്ളിയതായിട്ട് എൻ്റെ അറിവിലില്ല. അതിന് ഇവിടുത്തെ പൗരോഹിത്യ മതം കൽപ്പിച്ചു കൊടുത്ത അർത്ഥത്തെ, ആശയത്തെയാണ് തള്ളിയത്. അതിന് പകരം അള്ളാഹ് എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന യുക്തി ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന ഏറ്റവും ചെറിയ യുക്തി മാത്രം മതി. ആ യുക്തിയില്ല എന്നിട്ടോ ആ യുക്തിയില്ലാതെ യുക്തി ഉപയോഗിച്ചുകൊണ്ട്, സ്വന്തം പരിമിതമായ യുക്തി ഉപയോഗിച്ചുകൊണ്ട് ഖുർആനിന്റെ ആയത്തുകളെ തള്ളുകയാണ്. അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുക, ഇത് നമ്മൾ ഹദീസുകളുടെ വിഷയത്തിലേക്ക് ആലോചിച്ച് നോക്കുക. നമ്മുടെ നാട്ടിൽ പറയില്ല, സൂചി കൊണ്ട് എടുക്കുന്നതിന് കോടാലി കൊണ്ട് എടുത്തതിന്റെ പ്രശ്നമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം നിങ്ങളുടെ ബുദ്ധിക്ക് നിരക്കുന്നതല്ല എന്ന് തോന്നിയാൽ, നിങ്ങളുടെ അറിവിന്, ചിന്തയ്ക്ക് നിരക്കാത്തത്, നിങ്ങളുടെ മാനവിക ബോധത്തിന് നിരക്കാത്തത് ഖുർആനിൽ കണ്ടാൽ, ഹദീസിൽ കണ്ടാൽ നിങ്ങൾ എന്ത് ചിന്തിക്കണ്ടുള്ളൂ? അള്ളാഹ്ക്ക് എന്നെക്കാളും അറിവുള്ളതല്ലേ? അള്ളാഹ്ക്ക് എല്ലാത്തിനും കഴിവുള്ളതല്ലേ? അള്ളാഹിന്റെ ബുദ്ധിക്ക് പരിമിതി ഇല്ലാത്തതല്ലേ? എൻ്റെ ബുദ്ധിക്ക് പരിധി ഇല്ലാതല്ലേ? അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്ന് വിചാരിക്കുക. അതന്നെ ആയിരിക്കും ശരി എന്ന് വിചാരിക്കുക. അങ്ങനെയല്ല, അതാണ് ശരി എന്ന് ഉറച്ചു വിശ്വസിക്കുക. കാരണം അള്ളാഹ്ക്ക് എല്ലാത്തിനും കഴിയും. അള്ളാഹാണ് ഏറ്റവും അറിവുള്ളവൻ. പിന്നെ ആ ചെറിയ യുക്തി പ്രയോഗിച്ച് മിണ്ടാതിരിക്കുക, ഒരു പ്രശ്നം ഉണ്ടാവില്ല. സംഗതി അബ്ദുള്ള ബാസിൽ പറയുന്നതിൽ കാര്യമുണ്ട്. യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവങ്ങാനും ഹദീസിലായിരുന്നു വന്നതെങ്കിൽ ഇവിടെ എത്ര ആളുകൾ വളരെ സിമ്പിളായി അതിനെ തള്ളിയിട്ടുണ്ടാകും ഇതേ രൂപത്തിൽ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അവിടെയാണ് പ്രമാണങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെ, ഇപ്പൊ ഈ യൂനുസ് നബിന്റെ കഥ ഇതിങ്ങനെ ഹദീസിലാണെങ്കിൽ എന്നേ തള്ളിയിട്ടുണ്ടാവില്ലേ എന്നാണ്. അപ്പൊ അങ്ങനെ ഹദീസ് നോക്കിയിട്ട് അത് ബുദ്ധിയുക്തിയും പ്രയോഗിച്ച് തള്ളാൻ തുടങ്ങിയാൽ അതിനേക്കാളും ഭീകരമായ സാധനങ്ങൾ ഖുർആനിലുണ്ട് എന്നതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ബാസിൽ പറഞ്ഞത് ഇത് ഹദീസിൽ മാത്രം നിൽക്കൂല, ഖുർആനിലേക്ക് വരും. ചന്ദ്രനെ പിളർത്തിയിട്ടില്ലേ? ഉണ്ട്, ബാസിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്താ യുക്തി? അത് നേരത്തെ പറഞ്ഞ ചെറിയ യുക്തിയാണ്. അള്ളാഹ്ക്ക് എല്ലാത്തിനും കഴിയും. അപ്പൊ പിന്നെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കലാണ് യുക്തി. ചെറിയ യുക്തി പ്രയോഗിക്കുന്നതിന് പകരം വലിയ യുക്തി പ്രയോഗിച്ച് അബദ്ധത്തിൽ ചാടുന്നതാണ് നമുക്കൊക്കെ പറ്റുന്ന തെറ്റ് എന്നാണ് ഇവിടെ ബാസിൽ പറയാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് പ്രമാണങ്ങളെ കുറിച്ചുള്ള ആ സമീപനം തന്നെ പാടെ തകിടം മറിച്ചുകൊണ്ട് ഖുർആൻ അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. ഹദീസ് ഗ്രന്ഥങ്ങളാകട്ടെ അവ മുഴുവനും മനുഷ്യനിർമ്മിതങ്ങളും കണക്കില്ലാത്ത ജൂതായുസങ്ങൾ കുത്തി നിറക്കപ്പെട്ടതുമാകുന്നു. അടുത്ത സ്റ്റെപ്പ് അതാ അല്ലെ, കുറച്ച് ഹദീസുകൾ നിഷേധിച്ചു തുടങ്ങിയതാ, 1-2 ഹദീസ് നിഷേധിച്ചു തുടങ്ങിയതാ. പിന്നെയോ ഹദീസ് ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് തന്നെ ജൂതായുസങ്ങൾ കുത്തി നിറക്കപ്പെട്ടതാണ്. ഈ വചനങ്ങളാണ്, ഈ ആശയമാണ് സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും മുഴുവനായും സ്വീകരിക്കുന്നത് സയനിസമാണ് എന്നീ മലപ്പുറത്തിന്റെ മണ്ണിൽ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കേട്ടത് ഇതേപോലെയുള്ള ഒരു ശബ്ദമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അത് മുസ്തഫ മൗലവിന്റെ ശബ്ദമായിരിക്കാനാണ് സാധ്യത. കാരണം ചേകനൂരിനെ ഇല്ലാണ്ടാക്കിയിട്ട് കാലം കുറച്ചായല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന് സമാനമായ ശബ്ദങ്ങൾ ഇസ്ലാമിൽ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. കേരളത്തിൽ ഇപ്പം അത്തരത്തിലുള്ള ശബ്ദമായിട്ട് നമ്മൾ കേൾക്കുന്നത് മുസ്തഫ മൗലവിയുടെ ശബ്ദമാണ്. മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്ത, മാനവിക ബോധം, ധാർമ്മികത, ജനാധിപത്യം തുടങ്ങിയിട്ടുള്ള ആശയങ്ങളോട് യോജിക്കാത്ത ഖുർആൻ വചനങ്ങളുടെ വ്യാഖ്യാനങ്ങൾ തിരുത്തി മാനവികമായിട്ട് ഖുർആന് വ്യാഖ്യാനം എഴുതാണ് മുസ്തഫ മൗലവി. ഹദീസുകളാകട്ടെ ഇസ്ലാമിക പൗരോഹിത്യത്തിന്റെ തണലിൽ രാജഭരണം നടത്താൻ വേണ്ടി രാജാവിന്റെ ചെലവിൽ കുത്തിയിരുന്ന് കൂലി എഴുത്തുകാർ എഴുതി കൂട്ടിയ ചവറു പേപ്പറുകളാണ് എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. അല്ലെങ്കിൽ അദ്ദേഹമല്ല, അദ്ദേഹത്തെ പോലെ ചിന്തിക്കുന്നവർ. ഹദീസുകളിൽ അങ്ങനെ ഖുർആനിന് നിരക്കാത്ത, യുക്തിക്ക് നിരക്കാത്ത, മാനവികതയ്ക്ക് നിരക്കാത്ത, ഇസ്ലാമിന്റെ തന്നെ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത പല കഥകളും ഉണ്ടെന്നും ഹദീസിനെ പ്രമാണമായിട്ട് സ്വീകരിക്കാൻ കഴിയില്ല എന്നു മാത്രമല്ല ഖുർആനിന് ഇതിനോടകം രചിക്കപ്പെട്ട പല വ്യാഖ്യാനങ്ങളിലും ഈ തരം ദുസ്വാധീനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അത് യഥാർത്ഥത്തിലുള്ള ഖുർആനിന്റെ അർത്ഥവും ആശയത്തിനും യോജിക്കുന്നതല്ല എന്നും പറയുന്ന വിശ്വാസധാര ശക്തിപ്പെടുകയാണ് ലോകത്തെമ്പാടും. അവരാണ് ഉന്നം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിനോടകം മതം വിട്ടവരോ മതത്തിന് പുറത്തു നിൽക്കുന്നവരോ അല്ല. ഇത് ഉന്നം വെക്കുന്നത് ഈ തരം ചിന്തകളിലൂടെ ഇസ്ലാമിനെ ഒന്ന് നല്ല രൂപത്തിൽ പ്രതിഷ്ഠിച്ച് അതിൽ ചെറിയ മാറ്റിത്തിരുത്തലുകളൊക്കെ കാലികമായിട്ട് വന്ന് തീരെ എടുക്കാൻ പറ്റാത്തത് ഒഴിവാക്കി അങ്ങനെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഇവിടെ ബാസിലിന്റെ ഉന്നം. അങ്ങനെയുള്ള ആളുകളോടാണ് ബാസിൽ പറയുന്നത്. പ്രിയമുള്ളവരെ, ഗൗരവം നിറഞ്ഞതാണിത്. ഇതിന്റെ പോക്ക് എങ്ങോട്ടേക്കാണ് എന്ന് പൂർണ്ണമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അവസാനിക്കോ പരിമിതമായ യുക്തി ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും അവസാനിക്കുവോ? പിന്നെ കൊണ്ട് ചെന്നെത്തുന്നത് എവിടേക്കാണ്? അപ്പൊ ഇതുകൊണ്ടൊന്നും ഇത് അവസാനിക്കൂല. നിങ്ങൾ ഖുർആൻ വചനം അതിന്റെ ആശയം മാറ്റിയത് കൊണ്ടോ ഹദീസ് തള്ളിയത് കൊണ്ടോ ഒന്നും ഇത് നിൽക്കൂല. ഇത് അവസാനം ഒന്നുകിൽ സർവമത സത്യവാദത്തിലേക്ക് എത്തും. അതാണ് തീരെ സഹിക്കാൻ പറ്റാത്തത്. പറയട്ടെ, ചേകനൂർ മൗലവി പറയുകയാണ്, ഖുർആൻ മതക്കാർക്ക് മാത്രമേ പുണ്യവും മോക്ഷവും ഉള്ളൂ എന്ന്. നാം എങ്ങനെയാണ് വാദിക്കുക? അഥവാ ഇസ്ലാമിൽ മാത്രമേ മോക്ഷമുള്ളൂ, നമ്മൾ വാദിക്കാൻ പാടില്ല. ആരു തന്നെ അങ്ങനെ വാദിച്ചിരുന്നാലും അതെല്ലാം ഖുർആനിന് വിരുദ്ധവും വ്യക്തമായ അസംബന്ധവുമാണ്. അഥവാ എല്ലാ മതങ്ങളിലും മോക്ഷമുണ്ട് എന്ന് പറയുന്ന സർവമത സത്യവാദം നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇസ്ലാമിൽ മാത്രമേ മോക്ഷമുള്ളൂ. മുസ്ലിമായിട്ട് നന്മ ചെയ്തിട്ടേ കാര്യമുള്ളൂ. മുസ്ലിം അല്ലാത്തവൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, പഠിച്ചവന്റെ അടുത്ത് സ്വീകരിക്കപ്പെടൂല എന്ന വിശ്വാസം പൊളിഞ്ഞാൽ
നന്മ ചെയ്യുന്ന എല്ലാ മനുഷ്യരോടും നന്മ കാണിക്കുന്ന, അതിന് പ്രതിഫലം നൽകുന്ന ഒരു ദൈവമാണ് ദൈവം എന്ന ധാരണ, ഇസ്ലാമിലെ ദൈവം എന്ന് വന്നാൽ പിന്നെ ഇസ്ലാമിന് എന്തിനെങ്കിലും പറ്റുമെന്ന്? എന്തുകൊണ്ടാണ് ഇസ്ലാം ആകെ സ്വീകരിക്കപ്പെടുന്നത് നിങ്ങൾക്കറിയോ? ഇസ്ലാം മാത്രമാണ് ശരിയെന്നും ഇസ്ലാമിന് പുറത്തുള്ളതെല്ലാം തിന്മയാണെന്നും, ഇസ്ലാമിന് അകത്തുള്ളവൻ പുറത്തു പോയാൽ തല പോകുമെന്നും, ഇസ്ലാം ചെറിയ പ്രായത്തിൽ തന്നെ കുത്തി നടക്കുന്നതായതുകൊണ്ടും ഇങ്ങനെയൊക്കെ ഒരു കുതിരത്തിൽ നിന്നു പോകുന്നതാണ് ഈ മതം. അവിടെ പോയിട്ട് നിങ്ങൾ അതല്ലാതെ ഇതിന് ഏതെങ്കിലും തരത്തിൽ ആത്മീയമായ ദൈവികമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേകതയോ സ്വതന്ത്രമായ ഒരു നിലനിൽപ്പോ ഈ രാഷ്ട്രീയ നിയമങ്ങളുടെ പിൻബലമില്ലാതെ സ്വയമേവ നിലനിൽക്കുന്നതോ ആയിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമല്ല ഇസ്ലാം. ആ ഇസ്ലാമിന്റെ ഖുർആൻ കൈ പിടിച്ചോണ്ട് നിങ്ങൾ ഏത് വിശ്വാസത്തിലായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് മോക്ഷം കിട്ടും എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കെങ്കിലും ഇസ്ലാം വേണ്ടി വരും കൂട്ടരെ? ഇസ്ലാമിന്റെ കഥ കഴിയും. അതിന് പകരം മുസ്ലിമിന് മാത്രമേ രക്ഷയുള്ളൂ, മുസ്ലിമിന് മാത്രമേ സ്വർഗമുള്ളൂ, മുസ്ലിം മാത്രമേ നന്മ ചെയ്തിട്ട് കാര്യമുള്ളൂ, മുസ്ലിം ആയാൽ മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന് പറയണം. എല്ലാ മതവും നന്മയാണ്, എല്ലാ ദൈവവും ശരിയാണ്, നിങ്ങൾ ഏതിലേ പോയാലും ദൈവത്തിലേക്കാണ് എത്തുക, നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും എന്നെയാണ് വിളിക്കുന്നത് എന്ന് പറയാൻ ഇസ്ലാമിലെ ദൈവത്തിന് കഴിയില്ല. ഇസ്ലാമിലെ ദൈവത്തിന് വലിയ സംശയമുണ്ട്, വേറെ എവിടെയൊക്കെയോ ഏതൊക്കെയോ ദൈവങ്ങളുണ്ടോ എന്ന്. അതുകൊണ്ടാണ് ഇസ്ലാമിലെ ദൈവം ഇക്കാര്യത്തിൽ ഇത്ര കാർക്കശ്യമുള്ളത്. ഇവിടുന്ന് തുടങ്ങിയതാ ഒരു വഹിയെ നിഷേധിച്ച്, ഒരു ഹദീസ് നിഷേധിച്ച് തുടങ്ങിയതാ, പിന്നെ ഖുർആനിനെ നിഷേധിക്കാൻ തുടങ്ങി, പിന്നെ ഹദീസ് മുഴുവൻ തള്ളുന്നതിലേക്ക് എത്തി, പിന്നെ അവസാനം ഖുർആൻ പറയുന്നത് ഖുർആൻ മതക്കാർക്ക് മാത്രമല്ല മോക്ഷം, എല്ലാവർക്കും മോക്ഷമുണ്ട്, ഏതിലും വിശ്വസിച്ചോളൂ, ഒരുപാട് പുഴകൾ ഒരുമിച്ച് പോയി കടലിലേക്ക് യോജിക്കുന്നത് പോലെ എല്ലാം സത്യത്തിലേക്ക് എത്തുമെന്ന് പറയുന്ന സർവ്വമത സത്യവാദത്തിലേക്കാണ് ഇതിന്റെ പോക്ക്. അതുകൊണ്ട് നാം കൃത്യമായി ഇതിനെ മനസ്സിലാക്കാം. ഇത് സർവ്വമത സത്യവാദത്തിലേക്ക്, ഞാൻ പറഞ്ഞു സർവ്വമത സത്യവാദം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാം ഇല്ല. പിന്നെ ഇസ്ലാമിന് ഇന്ന് ഇവർ കാണുന്ന അല്ലെങ്കിൽ അബ്ദുൽ അബ്ബാസിനെ പൊക്കി പിടിക്കുന്ന, നമ്മളിവിടെ സാക്കിർ നായിക്കും എം അക്ബറും ഒക്കെ പ്രദാനം ചെയ്യുന്ന ഇസ്ലാം പിന്നെ ഇല്ല. അതെന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കാത്തത്, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നാണ് ബാസിൽ ചോദിക്കുന്നത്. ഇതിലൂടെ ബോധ്യപ്പെട്ടത് എന്താ? പ്രമാണ നിഷേധികളുടെ പരിണാമം അവർ തുടങ്ങുന്നത് ഒന്നോ രണ്ടോ ഹദീസുകൾ നിഷേധിച്ചുകൊണ്ടായിരിക്കും. രണ്ടാമത്തെ സ്റ്റെപ്പ് പിന്നെയോ അതിനനുസരിച്ച് ബുദ്ധിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് സ്വന്തം യുക്തിക്ക് തോന്നുന്ന വ്യാഖ്യാനങ്ങൾ ഖുർആനിന് നൽകാൻ തുടങ്ങും. പിന്നെയോ ഹദീസുകളെ മൊത്തത്തിൽ അങ്ങ് തള്ളിക്കളയും. പിന്നെ അങ്ങനെ ഖുർആനിനെയും ഹദീസിനെയും അങ്ങ് തള്ളും. അവസാനം ഒന്നുകിൽ യുക്തിരഹിത വാദത്തിലേക്കോ അല്ലെങ്കിൽ സർവ്വമത സത്യവാദത്തിലേക്കോ കൊണ്ടുചെന്നെത്തും എന്നുള്ള ആ പരിണാമം നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ പറഞ്ഞു വന്നതിന്റെ ആകത്തുക വീഡിയോയ്ക്ക് ടൈറ്റിൽ ഇട്ടതുപോലെ ചിന്തിച്ചാൽ മുർത്തദ, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പം. ചിന്തിച്ചാൽ രണ്ട് സാധ്യതയുള്ളൂ. ഒന്നുകിൽ സർവ്വമത സത്യവാദം പോലെയുള്ള ഒരു സ്ഥലത്തെത്തും, അതല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി യുക്തിരഹിതവാദം എന്ന യുക്തിവാദത്തിലേക്ക് എത്തിച്ചേരും. രണ്ടായാലും മുർത്തദിന്റെ വിധിയാണ് എന്നുള്ളത് പിന്നെ ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബാസിൽ പറയുന്നത് ചിന്തിക്കല്ലേ ചിന്തിക്കല്ലേ, ചിന്തിച്ചാൽ നമ്മൾ മുർത്തദായി പോകും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിൽ വെളിപാടില്ലേ? നമുക്ക് ആവശ്യത്തിന് വെളിവുകേടില്ലേ കൂട്ടരെ? നമ്മുടെ വെളിവുകേട് കൊണ്ട് വെളിപാടിനെ കെട്ടിപ്പിടിച്ച് മുണ്ടാണ്ടിരിക്കാം, ചിന്തിക്കാണ്ടിരിക്കാം. അതാണ് നമ്മൾക്ക് ഇഹത്തിനും പരത്തിനും നല്ലത് എന്ന ബോധം നമുക്കുണ്ടാവും. ഇനി പേടിപ്പിക്കലാണ്. പ്രമാണങ്ങൾക്ക് വിശുദ്ധ ഖുർആനും ഹദീസും ഒരു കാര്യം പറഞ്ഞാൽ അതിനർത്ഥം അല്ലാഹു കൽപ്പിച്ചു എന്നാണ്, ദിവ്യവചനമാണെന്നാണ്, വഹിയാണെന്നാണ്. വഹിയിലൂടെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിനോട് സ്വന്തം യുക്തിയും അതിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മുടെ പരിമിതമായ യുക്തി വെച്ച് അളക്കേണ്ടതല്ല. പ്രമാണങ്ങൾ എന്ന തിരിച്ചറിവിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അങ്ങനെ നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇതാണ് മാർഗം. നമ്മുടെ ബുദ്ധിക്ക് പരിമിതിയുണ്ട്, പഠിച്ചവരുടെ ബുദ്ധിക്ക് പരിമിതിയില്ല. ഈ കച്ചറുണ്ടാക്കല്, ചിന്തിക്കല്, മിണ്ടാണ്ട് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയും? പറഞ്ഞു കൊടുത്തിട്ട് നേരാവുന്നതിനെ പേടിപ്പിക്കും. ഞങ്ങളെ അതിനുള്ള സാധനം ഉണ്ട്, പോരട്ടെ. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വ്യക്തമായ സന്മാർഗം വ്യക്തമായി കഴിഞ്ഞതിന് ശേഷവും ദൈവദൂതനുമായി റസൂലുമായി ആരെങ്കിലും എതിർത്ത് നിൽക്കുകയും സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗം പിന്തുടരുകയും ചെയ്യുന്ന പക്ഷം, അങ്ങനെ ആരെങ്കിലും ചെയ്താൽ, നബിയും വന്നു, ഖുർആനും തന്നു, എല്ലാം തന്നു, ചിന്തിക്കാനുള്ള ബുദ്ധിയും തന്നു, ചിന്തിക്കേണ്ടത് എങ്ങനെയാണെന്നും ചിന്തിച്ച് എവിടെയാണ് എത്തിച്ചേരേണ്ടതെന്നൊക്കെ കൃത്യമായി പറഞ്ഞു തന്നിട്ട് പിന്നെയും നിങ്ങൾ നബിയുടെ ആശയത്തിനെതിരെ നിന്നാൽ, ഇസ്ലാം അല്ലാത്ത മറ്റു വല്ലതിനെയും മതമായിട്ട് സ്വീകരിച്ചാൽ പഠിച്ചോ നിങ്ങളെ വെറുതെ വിടൂല. മുൻഗാമികൾ, സ്വഹാബത്ത്, താബിഈകൾ, തബഉ താബിഈകൾ അവർ സ്വീകരിച്ച മാർഗത്തിൽ നിന്നും സലഫുകൾ സ്വീകരിച്ച മാർഗത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്ന പക്ഷം, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇസ്ലാം അല്ലാത്ത മറ്റേതെങ്കിലും മതം സ്വീകരിച്ചാൽ മാത്രമല്ല, ഇസ്ലാമിനകത്ത് തന്നെ മേൽ പറഞ്ഞതുപോലെ ഖുർആനിന് ആധുനികമായിട്ടുള്ള വ്യാഖ്യാനം ചമക്കുക, ബുദ്ധിപരമായിട്ടുള്ള അർത്ഥം കൊടുക്കുക, ആവശ്യമില്ലാത്തെന്ന് തോന്നുന്ന ഹദീസുകൾ തള്ളിക്കളയുക തുടങ്ങിയിട്ടുള്ള, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മുജാഹിദുകളും വഹാബികളും ഇന്ന് പ്രതിദാനം ചെയ്യുന്ന ദീനും അതിന് പകരമായിട്ടുള്ള ഒരു ദീനിലേക്ക് വ്യതിചലിച്ചു പോയാൽ, അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അള്ളാഹ് നരകത്തിലിട്ട് പൊരിക്കും. അവനെ തിരിഞ്ഞടത്തേക്ക് തിരിച്ചുവിടും.
അവനെ തിരിഞ്ഞിടത്തേക്ക് തിരിച്ചുവിടും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രമാണങ്ങളിൽ വളരെ കൃത്യമായി വന്ന കാര്യങ്ങളാണെങ്കിലും, സ്വഹീഹായ ഹദീസിൽ അർത്ഥസംഖ്യയില്ലാത്ത രൂപത്തിൽ വന്ന കാര്യമാണെങ്കിലും, ഖുർആനിൽ വന്ന കാര്യമാണെങ്കിലും എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, എന്റെ യുക്തിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്നവർ, അതിനോട് എതിർത്ത് നിൽക്കുന്നവർ, അങ്ങനെയുള്ളവര് വന്നോടത്തേക്ക് തിരിച്ചയക്കും എന്ന് പറഞ്ഞാൽ എന്തർത്ഥത്തിലാണ് പ്രയോഗം നിങ്ങൾക്കറിയില്ല. പക്ഷെ അടുത്ത പ്രയോഗം കൃത്യമാണ്. അത് പടച്ചോന്റെ പ്രയോഗമാണ്. പടച്ചോൻ ആരാണ് എന്നുള്ളതിന്റെ ഒരു സൂചനയും കൂടി അതിനകത്തുണ്ട്. നിങ്ങളെ നരകത്തിലിട്ട് കരിക്കും. ആലോചിച്ചോളി, അത് അത്രയും വലിയ ബേജാറ് പിടിച്ച സ്ഥലമാണ്, അത്രയും മോശ സ്ഥലമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് അവരെ നരകത്തിലിട്ട് കരിക്കുന്നതാണ് എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം. അതാകട്ടെ ഏറ്റവും മോശമായ ഒരു പര്യവസാനമാകുന്നു. ആ ഒരു തിരിച്ചറിവോടുകൂടി പ്രമാണങ്ങളിൽ ഒരു കാര്യം വന്നാൽ, വഹിയിൽ ഒരു കാര്യം വന്നാൽ, അത് എല്ലാം മറന്നുകൊണ്ട് അതിന് പരിപൂർണ്ണ സമർപ്പണം നടത്താൻ, വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനിതാ സമർപ്പിച്ചവനാകുന്നു, വഹിയിലൂടെ ഒരു കാര്യം വന്നാൽ അതിന് ഞാൻ പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയാൻ, എന്ന് പ്രഖ്യാപിക്കാൻ, എന്ന് ജീവിച്ചു കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു നാരങ്ങ വെള്ളം കൊടുക്കാൻ അവിടെ ആരുമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തിനാണ് ഇങ്ങനെ കിടന്ന് ചങ്ക് പൊട്ടുന്നത് എന്നാണ്. എനിക്ക് വേറൊന്നുമല്ല, അബ്ദുള്ള ബാസിൽ പറയുന്ന ആശയങ്ങളോടൊന്നുമല്ല. എനിക്ക് കണ്ടിട്ട് സഹിക്കാത്തത് അബ്ദുള്ള ബാസിലിന്റെ വികാര വിക്ഷോഭമാണ്. എന്തിനാണ് ഇങ്ങനെ ഇടങ്ങാറാവുന്നത്? എന്തിനാ ഗതിയിടുന്നത്? അങ്ങനെ ആരെങ്കിലും വഴി പഴിച്ചു പോവുകയാണെങ്കിൽ ഓൽക്ക് അള്ളാഹ് ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് സമാധാനിച്ചൂടെ ബാസില്? ഇങ്ങനെ കിടന്ന് ഹൃദയം പൊട്ടി ചങ്ക് പൊട്ടി നിലവിളിക്കുന്ന എന്തിനാണ്? നിങ്ങൾ സമാധാനമായിട്ടിരിക്കെ, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. അപ്പൊ വിശ്വാസികളെ നിങ്ങളോട് പറയാള്, വിശ്വസിക്കുന്നവരോട് പറയാള്, ഇപ്പോഴും വിശ്വാസത്തിലിരിക്കുന്നവരോട് പറയാള്, ദയവ് ചെയ്ത് ചിന്തിക്കൻ പ്ലീസ്. ചിന്തിച്ച വലിയ കുഴപ്പമാണ്. നിങ്ങൾ അബ്ദുള്ള ബാസിൽ പറയുന്നത് ശ്രദ്ധിക്കണം. ഇതിനു മുമ്പ് ചിന്തിച്ചവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ആലോചിക്കണം, പഠിക്കണം, ചിന്തയെ അടക്കി വെക്കണം, കീഴൊതുങ്ങണം. ഇത്രയാണ് ബാസിൽ പറയാൻ ഉദ്ദേശിച്ചത്. കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലാവുന്ന തരത്തിലൊന്ന് വിശദീകരിച്ചു കൊടുക്കുക, അതിന്റെ തഫ്സീർ പറയാ എന്നുള്ള പരിപാടി മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് നമ്മളൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ അബ്ദുള്ള ബാസിൽ ഈ വീഡിയോയിൽ പറഞ്ഞ ചില ഭാഗങ്ങളോടുള്ള ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നു. ഖുർആൻ ശാസ്ത്രത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തിയ ശാസ്ത്രം, ആ 3 കാര്യങ്ങൾ പ്രത്യേകമായിട്ടൊരു വീഡിയോ ആയിട്ട് ഇറക്കുകയാണെങ്കിൽ അറിവന്വേഷികൾക്ക് അത് വലിയ ഉപകാരമായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് അവസാനിപ്പിക്കുകയാണ്.